ഇന്നത്തെ വർത്തമാന പത്രങ്ങളിലെ എല്ലാ പത്രങ്ങളിലെയും മുഖ്യ ഇനം ഇന്ത്യ ചരിത്രത്തിൽ നേടിയ അഭൂതപൂർവമായ ഒരു നേട്ടത്തെക്കുറിച്ചാണ്. 2 ദിവസം മുമ്പ് ഇന്ത്യ ഒരു കാര്യത്തിലൊരു സൂപ്പർ പവറാണ് എന്നൊരു പ്രസ്താവന വന്നിരുന്നു. സൂപ്പർ ഹങ്കർ പവർ, വിശപ്പിൻ്റെ കാര്യത്തിൽ നമ്മളൊരു സൂപ്പർ പവറാണ്. അങ്ങനെ വിശന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാക്സിൻ്റെ കാര്യത്തിലും ഇന്ത്യ സൂപ്പർ പവറാണ്. ഒരു ടീം ഇന്ത്യ ഇവിടെ ഉണ്ട്. ടീം ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ 1.5 വർഷമായിട്ട് നടന്ന കർഷക സമരം മുതൽ ഇങ്ങോട്ടുള്ളവരെല്ലാവരും ഉൾപ്പെടുന്നതാണ് ഈ ടീം ഇന്ത്യ എന്ന് പറയുന്നത്. ആ ടീം ഇന്ത്യ ഒത്തൊരുമിച്ച് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വൻ കച്ചവടം നടത്താൻ പറ്റി. ഇവിടെ 100% നമ്മൾ വാക്സിൻ, ഇതൊരു ആഡംബരമായിട്ട് നമ്മൾ ചരിത്രത്തിൽ കുറിച്ചിടേണ്ട ഒരു മഹത്തായ ദിനമാണെന്നുള്ളൊരു തർക്കമില്ല. എല്ലാവർക്കും വാക്സിൻ കൊടുത്തു. എന്തിനു കൊടുത്തു എന്നുള്ള കാര്യം പിന്നീട് വരുന്നൊരു കാര്യമാണ്. വാക്സിൻ കൊണ്ടുള്ള പ്രയോജനം, നിങ്ങൾക്ക് കോവിഡ് എന്ന് പറയപ്പെടുന്ന ഒരു രോഗം വരികയാണെങ്കിൽ അത് ഗുരുതരമാവുകയില്ല, ഗുരുതരമായാലും മരിക്കുകയില്ല. മരിക്കുന്നതിന് മറ്റ് കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരിക്കാം. വേണമെങ്കിൽ ആ കാരണങ്ങൾ ഉണ്ടായാൽ കൂടി അത് കോവിഡ് മരണമാണ് എന്ന് രേഖപ്പെടുത്തി നിങ്ങൾക്ക് ധനസഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യാം. അതാണ് നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ്. ഇത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വസ്തുതകളെ വികലീകരിക്കുകയും മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് വളരെ ദുരുദ്ദേശപൂർണമായ ദുർവ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഞാൻ മിടുക്കനാണ് എന്നൊരു ഭരണാധികാരി തെളിയിക്കുന്നത് ഞാൻ ഈ ലോകം മുഴുവൻ വാക്സിൻ കൊണ്ട് നിറയ്ക്കുകയാണ്. അതിനിടയ്ക്ക് WHO ഒരു മുന്നറിയിപ്പ് കൂടെ വന്നിട്ടുണ്ട്. 2022, എന്തിന് 2022 ആക്കണം? 2021 ആയി. 2022 ആക്കുന്നതിന് ഒരു 3022 വരെയും ഈ പറയുന്ന ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇങ്ങനെ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഇപ്പോൾ ഡെൽറ്റ വേരിയൻ്റിൻ്റെ പുതിയൊരു ഐറ്റം ബ്രിട്ടനിൽ വന്നിട്ടുണ്ട്, ചൈനയിൽ വീണ്ടും വരുന്നുണ്ട്. രോഗങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു രോഗം അത് രോഗമാണെങ്കിൽ, ഇത് രോഗമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, രോഗമാണെങ്കിൽ അത് ഒരിക്കൽ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്നേക്കുമായി നമ്മുടെ വിട പറഞ്ഞു പോയ ഒരു രോഗവുമില്ല. അതിൻ്റെ ചില ചില്ലറ വരവുകൾ പല കാലഘട്ടത്തിലും പല രൂപത്തിലും വരും. അതിനെ നമുക്ക് പ്രതിരോധിക്കാനുള്ള പാഠങ്ങൾ നമ്മൾ ഇനി അഭ്യസിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. WHO എന്ന് പറയുന്ന ഭീകര സംഘടന, അതായത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്രിമിനൽ ഓർഗനൈസേഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഡോക്ടർ അലക്സോവ് തന്നെ പറഞ്ഞതാണ്. ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ. ആ ക്രിമിനൽ ഓർഗനൈസേഷൻ ഈ അടിക്കടി നടത്തുന്ന പ്രസ്താവനകൾ, ആ പ്രസ്താവനകളുടെ വിശ്വാസ്യത, അതൊക്കെ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ കച്ചവടമാണ് ഇനി നമുക്ക് ആലംബമായിട്ടുള്ളത് എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും 8000 പേരെ ദിനം പ്രതി നമുക്ക് രോഗികളായിട്ട് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഈ പറഞ്ഞില്ലേ, ആക്റ്റീവ് കേസസ് വളരെ താഴോട്ട് പോകുന്നുണ്ട്. എന്താണാവോ ഈ ആക്റ്റീവ് കേസസ്? ആക്റ്റീവ് കേസസ് എന്ന് പറയുന്നത് ആക്റ്റീവ് കേസസ് ആയിട്ട് തന്നെ ഉണ്ട്. മറ്റു പല രോഗങ്ങളും ബാധിച്ചവരുണ്ട്. അപ്പോൾ അവർക്ക് ഇതുകൂടി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനാണ് നിങ്ങൾ ആക്റ്റീവ് കേസസ് എന്ന് പറയുന്നത്. ഇത് ബാധിച്ചിട്ടും ഈ മറ്റ് രോഗങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് ക്രമങ്ങളെ ഒന്നും വലിയ രീതിയിൽ ഉപദ്രവിക്കാതെ പോകുമ്പോഴത്തേക്ക് ഇത് ആക്റ്റീവ് കേസസ് അല്ലെന്ന് പറയും. അപ്പോൾ ആക്റ്റീവ് കേസസിൻ്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചികിത്സയിലിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എന്നിരുന്നാലും നമ്മൾ മുഖം മൂടിയും വാക്സിൻ കച്ചവടം എന്ന് പറയുന്നത് അത് വളരെ പറഞ്ഞില്ലേ ഇന്ത്യയുടെ വരുമാന മാർഗമാകുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തിനാണ് ഈ പറഞ്ഞില്ലേ ഈ 130 കോടി ജനങ്ങൾക്കും ഞാൻ വാക്സിൻ കൊടുക്കും. അഥവാ വിശപ്പ് വലിയ വിശപ്പാണെന്നുണ്ടെങ്കിൽ ഇച്ചിരിച്ച് വാക്സിൻ കൂടി ഇതിൽ തൊണ്ടയിലോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വിശപ്പില്ലാതെ അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചുകൊള്ളും എന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ കണക്കൂട്ടൽ. ഈ തരത്തിൽ പറഞ്ഞില്ലേ, ഒരു പ്രസ്താവന ഒരു പ്രധാനമന്ത്രി എന്തോ വലിയൊരു സംഭവം നടന്നു എന്ന മറ്റുള്ളൊരു പ്രസ്താവന പ്രധാനമന്ത്രി പുറത്തിറക്കുന്നതിൽ യാതൊരു അത്ഭുതമില്ല.
പ്രധാനമായിട്ടും കേരളം പോലെയാണ്. നമ്മൾ പറഞ്ഞില്ല, നമ്മളിപ്പോഴും എന്നാൽ മൂക്കുന്ന നിങ്ങൾ ആ മുഖം മൂടി എടുത്ത് മാറ്റിയിട്ടത് പറയാം. അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ജനങ്ങൾക്ക് കൊടുത്തിട്ട്, ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമാണ്, നമ്മൾ 130 കോടി ജനങ്ങൾക്ക് വാക്സിൻ കൊടുത്തു, അല്ലെങ്കിൽ 100% വാക്സിൻ കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്ന് സ്വതന്ത്രരായി തീർന്നിരിക്കുന്നു. നമുക്കത് ആഘോഷിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അർത്ഥമുണ്ട്. ഇന്നലെയും ഇന്നും ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മന്ത്രിമാരും മറ്റുമൊക്കെ മൂക്കിലും മുന്നിലുമൊക്കെ ആ മുലക്കച്ചയൊക്കെ കെട്ടി നിൽക്കുകയാണ്, ആ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുകയാണ്. ഈ സോഷ്യൽ വാക്സിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സാമൂഹ്യ നമ്മൾ പറയുന്ന ആ വാക്സിൻ, സോഷ്യൽ വാക്സിൻ എന്ന് പറയുന്നത് മെഡിക്കേഷന് പകരം, നമ്മൾ മെഡിക്കൽ വാക്സിന് പകരം കൊടുക്കുന്ന വാക്സിനാണ്. ഈ കൈ കഴുകലും മുഖം മൂടി കെട്ടലും സോഷ്യൽ ഡിസ്റ്റൻസും. ആദ്യം ഇത് വായുവിൽ കൂടി പകരുകയില്ല എന്ന് പറഞ്ഞു, പിന്നെ വായുവിൽ കൂടി പകർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മൂക്ക് മൂടി കെട്ടുകയും അതേസമയം സോഷ്യൽ ഡിസ്റ്റൻസ് നിലനിർത്തുകയും ചെയ്യുന്നത് എന്ന ചോദ്യം വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വായുവിൽ കൂടി പകരുമെന്ന് പറഞ്ഞു. ശരി, വായുവിൽ കൂടി പകരും, മൂക്ക് മൂടി കെട്ടണം. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത്? മൂക്കും മൂടി കെട്ടി സാനിറ്റൈസറും ഉപയോഗിച്ച് ഈ തരത്തിൽ സോഷ്യൽ ഡിസ്റ്റൻസും കീപ്പപ്പ് ചെയ്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത്? എന്താണ് നിങ്ങൾ വാക്സിൻ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചത്തുപോയില്ല എന്നുള്ള ഭയമാണ് ഉണ്ടായിരുന്നത്, അതില്ലാതായി തീർന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം? നിങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെ കൈകാലുകളിൽ ചങ്ങലകൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായി ശ്വസിക്കാൻ, അതായത് നിങ്ങളുടെ ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമാണത്. ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ശ്വസനേന്ദ്രിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് നാസിക എന്ന് പറയുന്നത്. പുറം ലോകവുമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ശ്വാസനിശ്വാസ പദ്ധതിയിലൂടെ ബന്ധപ്പെടുന്ന മൂക്കാണ്. അതിനെ വരിഞ്ഞ് കെട്ടിയിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മൾ വാക്സിൻ കുത്തിവെച്ചിട്ടുണ്ട്, നമ്മൾ ആഘോഷിക്കുകയാണ്. ഇനി 2022 വരെ നമ്മൾ ഇങ്ങനെ തന്നെ കഴിയണമെന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ എന്ത് ആഘോഷമാണ്, എന്തിൻ്റെ സന്തോഷമാണ്? ആളുകൾ മരണനിരക്കിൽ കുറവ് വന്നിട്ടുണ്ടോ? മരണനിരക്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പം തന്നെ ഫാവിപിറാവിർ എന്ന് പറയുന്ന മരുന്ന് കൊടുത്തത്, ആ മരുന്ന് ഈ ശരിക്കും പ്രിപ്പയർ ചെയ്യാത്ത മരുന്നാണ് കൊടുത്തതെന്നും പറഞ്ഞ് റിപ്പോർട്ടുണ്ട്. അത് കൊടുക്കാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കാൻ പാടില്ലാത്ത മരുന്ന് ഏതെന്നും കൊടുക്കാൻ പാടുള്ള മരുന്ന് ഏതെന്നും നിങ്ങൾക്ക് തിട്ടമില്ല. നിങ്ങളുടെ കോവാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ ഈ പറഞ്ഞില്ലേ, ബ്രിട്ടനിൽ അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. 45 രാഷ്ട്രങ്ങൾ മാത്രമാണ് അത് അംഗീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഭാഗമാണെന്നും ആ ലോകത്തിൻ്റെ ഭാഗമായിരിക്കെ സാർവലൗകികമായ ഒരു അംഗീകാരം കിട്ടിയ ഒരു കോവാക്സിൻ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചുവെന്നും അത് ലോകത്തിൻ്റെ അംഗീകാരത്തോടെ മാനവരാശിക്ക് പ്രയോജനപ്പെടുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് പറയാം. ഇതങ്ങനെ അല്ലല്ലോ. നിങ്ങളിത് ഇന്ത്യയിൽ പരീക്ഷിക്കുന്നു, ഇന്ത്യയിൽ പരീക്ഷിച്ചിട്ട് അതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി പ്രകീർത്തിക്കുമ്പോഴത്തേക്ക് ആകെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുപ്പമുള്ള രോഗം വരില്ല. ഈ കോവിഡ് എന്ന് പറയുന്ന കടുപ്പമുള്ള രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കുത്തിവയ്പ്പ് നടത്തിയിട്ടുണ്ട്. അതിലെന്താ ഇത്ര മഹാകാര്യം എന്ന് പറയുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് മനുഷ്യൻ്റെ പൊതുജീവിതത്തിൽ അതിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അവകാശവും അവന് തിരിച്ചു കിട്ടുന്നില്ല. നമുക്ക് നമ്മളിപ്പോൾ ഒരു രോഗിയായി കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഹോസ്പിറ്റൽ ബെഡിലാണെങ്കിൽ, ആശുപത്രി കിടക്കയിലാണെങ്കിൽ, നമ്മൾ തളർവാദം പെട്ട് കിടക്കുകയാണെങ്കിൽ ശരിയാണ്, നമ്മൾ അസ്വതന്ത്രരാണ്. പക്ഷേ നമ്മൾ ആ തരത്തിൽ തളർവാദം പിടിപെട്ട ഒരു രോഗിയെപ്പോലെ ഒരു ആശുപത്രി കിടക്കയിൽ അല്ലെങ്കിൽ നമ്മുടെ മുറിക്കുള്ളിൽ ഇരിക്കുകയോ നടക്കുകയോ ചെയ്യണം എന്ന് പറയുന്നത് ഒരിക്കലും ആശാസ്യമായ കാര്യമല്ല. ഇന്ത്യക്ക് ഇനിയും തിരികെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. നമ്മുടെ അപഹരിക്കപ്പെട്ട സ്വാതന്ത്ര്യം ഇപ്പോഴും അപഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് ആഹ്ലാദത്തിന് വലിയ വകയൊന്നുമില്ല. നിങ്ങളീ പറയുന്നത് പോലെ, അതായത് ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്ത ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ സമുദായത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും മൂടിക്കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഒളിച്ച് ജീവിക്കാനും ഉള്ള അവകാശം കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ടണലിനുള്ളിൽ കയറിയിരിക്കാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യാഘോഷമാകുന്നില്ല. അതിന് പ്രധാനമന്ത്രി ഒരു വലിയ സംഭവം നടന്നതുപോലെ ഇത് കൊടുത്തതുകൊണ്ട് എന്താണ്, വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഔട്ട് ഓഫ് ഇറ്റ്? നിങ്ങൾക്ക് ജനങ്ങളെ സ്വതന്ത്രരാക്കാൻ പറ്റും. ജനങ്ങൾ സ്വതന്ത്രരാണ്. അവർ നിങ്ങളുടെ ഈ ഏടാകൂടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ മിക്കവാറുള്ളവരൊക്കെ റെയിൽ റോക്കോ സമരത്തിനോ അതിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ തുറന്ന മുഖത്തോടെ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇച്ഛാശക്തി എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള
ഒരു നിശ്ചയദാർഢ്യത്തോടെ സമരം ചെയ്യുന്ന ഒരു ജനത ഇവിടെ കേരളത്തിൽ അല്ല ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെപ്പറ്റി സംസാരിക്കും, അവരെക്കുറിച്ച് അഭിമാനം കൊള്ളുക. ഈ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ കൊടുത്ത ഈ കടുത്ത റെസ്ട്രിക്ഷൻസിനെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അതിനപ്പുറമാണ് സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അതിനപ്പുറമാണ് എൻ്റെ കൃഷിയും കൃഷിയിടവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നെല്ല് വിളയിക്കുന്ന അല്ലെങ്കിൽ ഗോതമ്പ് വിളയിക്കുന്ന ഇവിടുത്തെ കർഷകൻ, ചോളം വിളയിക്കുന്ന കർഷകൻ, അവൻ ഇവിടെ സമരത്തിലാണ്. അവനും അവളും അവൻ്റെ കുടുംബവും ഒന്നടങ്കം സമരത്തിലാണ്. അങ്ങനെ ഒരു സമരം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഈ നിങ്ങളുടെ ഈ സാമൂഹ്യ ഉപരോധത്തിൻ്റെ 10 കൽപ്പനകളെയും നിരസിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ഇതാണെന്ന് വഴികാട്ടുമ്പോൾ നിങ്ങൾ അവരെ അഭിനന്ദിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും ആ സ്വാതന്ത്ര്യത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവരൊരു മുദ്രാവാക്യം വിളിക്കുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങൾ തെറ്റായിരിക്കാം, അവരുടെ കാഴ്ചപ്പാടുകൾ തെറ്റായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഈ ഉപരോധത്തിൻ്റെ ഒരു മാർഗവും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ഞോക്കോടുകൂടി നിങ്ങളുടെ ഈ 100 കോടി 130 കോടികൾക്ക് കൊടുത്ത വലിയൊരു സമ്മാനത്തെ ഒരു മൂലയിലേക്ക് ഒതുക്കിക്കൊണ്ട് അതുകൊണ്ട് നമുക്ക് ജീവിക്കാനാവില്ല എന്നവർ ഇന്ത്യയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഈ പറഞ്ഞില്ലേ, എല്ലാ പത്രങ്ങളിലും പ്രധാനമന്ത്രി എന്തോ മഹാകാര്യം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എന്തോ മഹാകാര്യം ചെയ്തു, കുറേയധികം പേരെ നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരെന്നും പറഞ്ഞ് രംഗത്തിറക്കി, കുറേയധികം പണം ദുർവിനിയോഗം ചെയ്തു, കുറേയധികം പേരെ നിങ്ങൾ കൊന്നു, ചികിത്സാ പിഴവുകൾ കൊണ്ട് കൊന്നു, കുറേ അധികം പേരെ നിങ്ങൾ ഭയബാധ കൊണ്ടുകൊന്നു. ഭയം ഒരു വലിയ മാനസിക രോഗമാണ്, അങ്ങനെ കൊന്നു. കുറേയധികം കുടുംബങ്ങൾ നിങ്ങളുടെ ഈ രോഗത്തിൻ്റെ ഭീഷണി അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കി ആത്മഹത്യ ചെയ്യും. അങ്ങനെയുള്ള കുറേ അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ ലോക്ക്ഡൗണുകൾ, നിങ്ങൾ നടത്തിയിട്ടുള്ള തൊഴിൽ നിഷേധങ്ങൾ, ആ തരത്തിൽ ജീവിതത്തിൻ്റെ വഴിമുട്ടിക്കുന്ന ഒരുപാട് പ്രക്രിയകൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് ശ്വാസം മുട്ടുകയും മനുഷ്യന് അന്നം മുട്ടുകയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ അടഞ്ഞു പോവുകയും ജീവിതത്തിൽ ഇരുട്ട് നിറയുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇതാ 130 കോടി പേർക്ക് ഞാൻ വാക്സിൻ കൊടുത്തിരിക്കുന്നു. വാക്സിൻ ജീവിതത്തിൻ്റെ എല്ലാ ഈ പരാധീനതകൾക്കും പരിഹാരമാകുമെങ്കിൽ ശരി, അത് സമ്മതിച്ചു. അതായത് ഇതിനേക്കാൾ അഭികാമ്യമാണ് മരണം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ തള്ളി നീക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും സൃഷ്ടിച്ച് കുറേ അധികം കുടുംബങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തതിന് ശേഷം നിങ്ങൾ പറയുകയാണ് നമ്മളൊരു വലിയ വിജയം ആഘോഷിക്കുകയാണ്. ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന കൊഞ്ഞനം കുത്തലാണ്. നിങ്ങൾ ഈ പറഞ്ഞില്ലേ, ഒരു രോഗത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം നിങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് വരികയും ആ രോഗം മൂലം കുറേ അധികം പേർ മരിച്ചു എന്ന് നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും അങ്ങനെ സ്ഥാപിച്ചെടുക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഡോക്ടർ എന്നെ മരണം എന്ന് പറയുന്ന ആ ഒരു മഹാഭിഷഗ്വരൻ പറയുന്നത് കേട്ടാൽ അത്ഭുതം തോന്നും. അദ്ദേഹം പറയുന്നത് എന്താണ്, ഇതൊന്നുമല്ല, ഒരു 10-34,000 പേരെങ്കിലും ഇവിടെ കോവിഡ് പിടിവിട്ട് മരിച്ചു കാണും. ഈ പറയുന്ന ഡോക്ടർ എന്നെ ആരും അയാൾ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്ന് ഇയാൾക്ക് ഇതിൻ്റെ മൈക്രോബിനെ വേർപെടുത്തിയെടുത്ത് ഇതുമൂലമാണ് ഈ കോവിഡ്, ഈ മൈക്രോബിൻ്റെ ആ വൈറൽ പവർ എത്രയാണ്, ആ വൈറൽ പവർ ശരീരത്തെ ഇൻഫെക്റ്റ് ചെയ്യാൻ ശേഷിയുള്ളതാണോ, അതുമൂലമാണ് ഒരാൾക്ക് രോഗം സംഭവിച്ചതെന്ന് പറയാൻ ശേഷിയുള്ള ഒരാളുടെ ഉദാഹരണം ഈ മരണം എന്ന് പറയുന്ന യോഗ്യന് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ പറ്റുമോ? ഒരു സാമാന്യ മര്യാദ വേണം. ഒരു ജഡ്ജ് പറയുകയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവരെയും അങ്ങ് കോവിഡിൻ്റെ കണക്കിൽ ഉൾപ്പെടുത്തിയരെന്ന് പറയുക. ICMR അവർക്ക് തോന്നിയ മാതിരി കോവിഡ് മരണ പട്ടിക ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരാവുന്നൊരു കാര്യമല്ല. ഒരു രോഗം അത് നിർണയിക്കുക എന്ന് പറയുന്നത് എന്താണ് രോഗം എന്ന് പഠിച്ചതിന് ശേഷം രോഗം നിർണയിച്ചിട്ട് ആ രോഗം നിങ്ങളെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക.
നിങ്ങളുടെ രോഗ കാരണം എന്താണെന്ന് ശാസ്ത്രീയമായി തീരുമാനിക്കുക. ഈ 3 കാര്യങ്ങളും ചെയ്യാതെ ഒരു മരണവിവര പട്ടിക ഉണ്ടാക്കിയിട്ട് ആ മരണവിവര പട്ടികയുടെ ഭാരം ഇതല്ല, ഇതിലും അപ്പുറം ഉണ്ടാകുമെന്ന് പറയുന്ന ഒരാൾ, അയാൾ ആരുടെ ദല്ലാളനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് കച്ചവടക്കാരൻ്റെ കഴുതയാണ് അയാളെന്ന് മനസ്സിലാക്കണം. ഏത് കച്ചവടക്കാരൻ്റെ വണ്ടിക്കാളയാണ് അയാളെന്ന് മനസ്സിലാക്കണം. അയാളെ നമ്മൾ മനുഷ്യനെന്ന് വിളിക്കാൻ അറയ്ക്കും. കാരണം ഉത്തരവാദിത്വത്തോടെ ഒരു കാര്യം പറയുവാനുള്ള ബാധ്യത മെഡിക്കൽ രംഗത്ത് നിൽക്കുന്ന ഓരോ ആൾക്കും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യാതൊരു ശാസ്ത്രീയ സാധ്യതയും ഇല്ലാത്ത കാര്യങ്ങൾ, ICMRൻ്റെ ഗൈഡ് ലൈനിനെ പറ്റി നിങ്ങൾ അഭിപ്രായം പറയണം. കോടതി ഉത്തരവിനെ പറ്റി നിങ്ങൾ അഭിപ്രായം പറയണം. അതായത് നിങ്ങൾ ഈ ഫിഷഗറിൻ്റെ വേഷവും ഡിഗ്രിയുമുള്ള നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായി പരിശോധന നടത്തി മരണകാരണം ഇതാണെന്ന് സർട്ടിഫൈ ചെയ്തില്ലെങ്കിൽ പോലും മരണകാരണം കോവിഡാണ് എന്ന് കരുതേണ്ടതാണ് എന്ന് പറയുന്നൊരു കോടതി ഉത്തരവുണ്ട്. ആ കോടതി ഉത്തരവിലൂടെ എന്താ ചെയ്തിരിക്കുന്നത്? വൈദ്യശാസ്ത്രത്തിൻ്റെ സാധുത തന്നെ നിരസിക്കപ്പെട്ടിരിക്കുകയാണ്. അത് വൈദ്യശാസ്ത്രത്തിന് എതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ആ കോടതി ഉത്തരവ്. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ഓരോ പൗരനും അവകാശമുണ്ട്. പ്രത്യേകിച്ചും ഈ ഫിഷഗ്വരൻ എന്ന പദവി ഉപയോഗിച്ച് ജീവനം കഴിക്കുന്ന ഓരോ ആൾക്കും അതിന് അവകാശം. എന്തുകൊണ്ട് നിങ്ങൾ കോടതിയോട് ചോദിച്ചില്ല ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇത് കോവിഡ് മരണമാണ് എന്ന് എങ്ങനെ എഴുതും എന്നുള്ളത്? നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ തേങ്ങ വീണ് മരിച്ചാലും, തലയിൽ തേങ്ങ വീണ് മരിച്ചാലും, പട്ടി കടിച്ച് മരിച്ചാലും, പാമ്പ് കടിച്ച് മരിച്ചാലും 2 മാസം മുമ്പോ 1 വർഷം മുമ്പോ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ മരണം കോവിഡ് മൂലമാണ് എന്ന് നിങ്ങളൊരു പൊതുവായിട്ടുള്ള തീരുമാനത്തിലെത്തുകയാണെങ്കിൽ ശരി, സമ്മതിച്ചു. ബട്ട് ഹൗ ക്യാൻ ഇറ്റ് ബി സയൻറ്റിഫിക്? ദാറ്റ് ഈസ് ദി ബേസിക് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ മരണവും കോവിഡ് മരണമാണെന്ന് നമുക്ക് എഴുതി തീർക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വളരെ അശാസ്ത്രീയമായ ഒരു കൽപ്പന ഒരു കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ ഇത് ശാസ്ത്രീയതയോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് എന്നുള്ള അർത്ഥത്തിൽ അതിനെതിരെ കോടതിയിൽ പോകാൻ ആളില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ മാസ്ക് വ്യവസായത്തിൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, സാനിറ്റൈസർ വ്യവസായത്തിൽ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, രാജ്യത്തെമ്പാടും നിങ്ങൾ വെന്റിലേറ്റർ വാരി കൂട്ടിയിട്ടുണ്ട്, ICU യൂണിറ്റുകളിലെ ആളുകളെ ഈ പനി പിടിച്ചു വരുന്നവരെയും ജ്വരം പിടിച്ചു വരുന്നവരെയും ICU യൂണിറ്റുകളിൽ കൊണ്ട് കിടത്തി അവർക്ക് ഹൈ ന്യൂമോണിയയായിട്ട് അവസാനം അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ നിങ്ങൾ റെംഡെസിവിറും ഫാവിപിറാവിറും പിന്നെ ഈ പറയുന്ന കോർട്ടിസ്റ്റെറോയിഡും ഒക്കെ കൊടുത്ത് ഒരുപാട് പേരെ അപകടപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമൊക്കെ ആയിട്ടും മതിയായില്ല. ഇനി ആളുകൾ മുഴുവൻ ഇതുപോലെ മരിച്ചു എന്നുള്ളൊരു കള്ളക്കണക്ക് കൂടി ഉണ്ടാക്കി ഭാവി കാലത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന ആൾക്കാരോടും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി എൻ്റെ രാജ്യം എത്ര സുന്ദരമായിരിക്കുന്നു, അതാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ആഹ്ലാദ പ്രകടനമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആഹ്ലാദ പ്രകടനമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പറയട്ടെ, നിങ്ങൾ ഇത് വലിച്ചു നീക്ക്, സോഷ്യൽ ഡിസ്റ്റൻസ് വേണ്ട, ഇത്രയും 2 വാക്സിനൊക്കെ കൊടുത്തല്ലെങ്കിൽ 1 വാക്സിൻ കൊടുത്ത് വാക്സിനിലെ ഒരു സൂപ്പർ പവർ അല്ലേ, വാക്സിനിലെ സൂപ്പർ പവർ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തിന് ജനങ്ങൾ പേടിക്കണം? അല്ലെങ്കിൽ പിന്നെ വാക്സിനിൻ്റെ റിലവൻസ് എന്താണ്? വാക്സിൻ കൊണ്ട് മനുഷ്യരുണ്ടാകേണ്ടുന്ന മിനിമം പ്രയോജനം എന്ന് പറയുന്നത് അവന് ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. അവൻ്റെ നാസികയെ വരിഞ്ഞു കെട്ടുന്ന ഏർപ്പാട് നിർത്തലാക്കുക എന്നുള്ളതായിരിക്കണം വാക്സിൻ കൊണ്ടുണ്ടാകേണ്ടുന്ന ആദ്യത്തെ പ്രയോജനം. അവൻ്റെ വായും മൂക്കും മൂടിക്കെട്ടരുത്. അവൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ ഒന്ന് ആശ്ലേഷിക്കുവാൻ, അവൻ്റെ ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ അവൻ്റെ കവിളത്ത് ഒരു ഉമ്മ കൊടുക്കുവാൻ ഉള്ള അവകാശം അവൻ്റെ അമ്മയ്ക്കുണ്ട്. ആ അവകാശം നിഷേധിക്കുന്ന നിങ്ങളുടെ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ ഈ ഒരു പരിധി, ആ ഒരു മതിൽ തട്ടി തകർക്കാൻ നിങ്ങളുടെ വാക്സിന് കഴിയുമോ? അതാണ് ചോദ്യം. നിങ്ങൾ പറയുന്ന ഈ തീണ്ടലിൻ്റെ പരിധികൾ തകർക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? സോഷ്യൽ ടച്ച് എന്ന് പറയുന്നത് അത് അനുവദിക്കപ്പെടുകയില്ല എന്ന് പറയുന്ന ദുരവസ്ഥ ഇല്ലാതാക്കി തീർക്കാൻ നിങ്ങളുടെ വാക്സിന് കഴിയുമോ? കഴിയുകയില്ല. നിങ്ങളുടെ ഒരു ഫ്രീ മൂവ്മെൻറ്റ്, ഒരു കൂട്ടത്തിൽ മുഖം മൂടി ഇല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുമോ?
നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ സിനിമ ആസ്വദിക്കുന്നത് വായും മൂക്കും മൂടിക്കെട്ടിക്കൊണ്ടാണ് നിങ്ങൾ സിനിമ ആസ്വദിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ നിങ്ങൾക്ക് രോഗം തരുമോ എന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് നിങ്ങൾ സിനിമ ആസ്വദിക്കുന്നതെങ്കിൽ അത് ആസ്വാദനമല്ല, അത് മറ്റെന്തോ ആണ്. അത് ആസ്വാദനമല്ല, അവിടെ കച്ചവടം നടക്കുന്നുണ്ടാവും, പക്ഷേ അത് മറ്റെന്തോ ആണ്. നിങ്ങൾ ജയിൽ പുള്ളികളെ പോലെ ഒരു കൂട്ടം ആൾക്കാരെ ഒരു തിയേറ്ററിനുള്ളിലേക്ക് കടത്തിക്കൊണ്ടുപോയിട്ട് പോലീസ് കാട്ടു നിന്നിട്ട് കാണടാ കണ്ടോ എന്ന് പറഞ്ഞ് സിനിമ കാണിക്കുന്നതും സിനിമ അനുഭവിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തക വായനയുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മതിലുകൾക്കുള്ളിലായാൽ പോലും അതിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വായുസഞ്ചാരം ഉണ്ടാകണം. ആ വായുസഞ്ചാരത്തെ പോലും വിലക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങളുടെ വാക്സിൻ കൊണ്ടുള്ള പ്രയോജനമെന്ത്? നിങ്ങൾ സോഷ്യൽ വാക്സിൻ്റെ കടുത്ത വിധികൾ ഇനിയും തുടർന്നു പോകണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അഡീഷണലായി കൊടുത്ത ഈ മെഡിക്കേഷൻ വാക്സിൻ കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് കൂടി നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന സവിശേഷമായ സ്വാതന്ത്ര്യം? ഇവിടെ ആർക്കും ഒരു സ്വാതന്ത്ര്യവും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ കേരളത്തിൽ ഇന്നലെ 8,000 രോഗികളെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് ദിനം പ്രതി രോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിനേക്കാൾ ഏറ്റവും രസകരമാണ്. 2 വാക്സിനേഷനും എടുത്ത് ഇത്രയും കാലമായിട്ട് ഈ കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച് കിടക്കുന്ന ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ദിനം പ്രതി 62 പേർക്ക് 68 പേർക്ക് ഈ രോഗം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ രോഗത്തിൻ്റെ സ്വഭാവം? അവർ 2 വാക്സിൻ എടുത്താൽ, ഈ 2 വാക്സിൻ എടുക്കാത്ത ആരെങ്കിലും ആരോഗ്യ പ്രവർത്തകരെന്നും പറഞ്ഞാൽ നിങ്ങൾ ആരോഗ്യ ശുശ്രൂഷയ്ക്കായിട്ട് വിടുമോ? ഇല്ലല്ലോ. 2 വാക്സിനും എടുത്ത് വേണമെങ്കിൽ ബൂസ്റ്റർ ഡോസും കൂടെ എടുത്തവരായിരിക്കും. അവർക്കെന്തിനാ പിന്നെ ഈ രോഗം വരുന്നത്? അപ്പോൾ ആ തരത്തിൽ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു യുക്തിഭദ്രതയില്ല. നിങ്ങൾ ഈ ജനങ്ങളുടെ മുമ്പിൽ എന്തോ മഹാസംഭവം ഉണ്ടായിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്കറിയാം. ഇത് മുഴുവൻ ഒരു വ്യാജ നിർമ്മിതിയാണ് എന്നുള്ളത്. രോഗമെന്നതുപോലെ രോഗപരിഹാരത്തിൻ്റെ മാർഗങ്ങളും വ്യാജ നിർമ്മിതമാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ പോലെ ഒരു ഭരണകൂടം ഇത് അവസാന ശ്വാസം വരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ഈ തരത്തിൽ പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു സാഡിസ്റ്റിക്കായിട്ടുള്ള ഒരു ആനന്ദം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനം അതിൻ്റെ പരമാവധി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നൊരു യുക്തി ഉണ്ടാകണം. നമ്മൾ ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ, ഈ പറയുന്ന വാക്സിൻ്റെ ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ നമ്മൾ ഈ സൂപ്പർ പവർ കൊണ്ട് നമ്മളിവിടെ എന്താണ് നടപ്പിലാക്കിയത്? നിങ്ങൾക്ക് സോഷ്യൽ വാക്സിൻ്റെ ഒരു ഐറ്റമെങ്കിലും റിമൂവ് ചെയ്യാൻ പറ്റിയോ? ഈ സൂപ്പർ പവറിന്, വാക്സിൻ്റെ സൂപ്പർ പവറിന് പറ്റിയിട്ടില്ലല്ലോ. മരണം വരികയില്ല എന്ന് ഉറപ്പ് വരുമെന്ന് നിങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. രോഗം വരുമെന്ന് നിങ്ങൾ പറയുന്നു, പല ആവർത്തി രോഗം വരുമെന്ന്. നല്ലൊരു ശതമാനം പേർക്ക് വീണ്ടും രോഗം വരുമെന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ എന്താണ് ഈ വാക്സിൻ സൂപ്പർ പവർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഒരു വാക്സിൻ കൊണ്ടുള്ള പ്രയോജനം എന്ത് എന്നുള്ളതാണ്. അതായത് ഒരു രോഗം വന്നു എന്ന് നിങ്ങൾ പറയുന്നു, ആ രോഗം നമ്മളെ എത്രമാത്രം വരിഞ്ഞു കെട്ടി എന്ന് നമ്മൾ അറിയുന്നു, ആ രോഗം നമ്മളെ എന്തുമാത്രം തകർത്ത് കളഞ്ഞു എന്നറിയുന്നു. ആ തകർച്ചയിൽ നിന്ന് നിവർന്നു നിൽക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഈ വാക്സിൻ സഹായകമാകും എന്നുള്ളതിന് എവിടെയെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് നൽകാമോ? നിങ്ങൾ അവകാശപ്പെടുന്നില്ലല്ലോ. വീണ്ടും ഈ രോഗം വരികയില്ല എന്ന് അവകാശപ്പെടുന്നില്ലല്ലോ. വീണ്ടും ഈ രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. ആ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്സിൻ്റെ പവറിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിനേക്കാളും ഈ പറഞ്ഞില്ലേ, ഈ നിങ്ങൾ കൊടുത്ത വാക്സിനേക്കാളും കൂടുതൽ ഈ രോഗം വന്ന ആൾക്കാരിവിടെ ഉണ്ട്. അവർക്ക് ബെറ്റർ ഇമ്മ്യൂണിറ്റി പവർ ഇസ് വിത്ത് ദം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഈ സൂപ്പർ പവർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വാക്സിനിൽ എന്തോ വലിയ അച്ചീവ്മെൻറ്റ്. വാട്ട് ഈസ് ദി അച്ചീവ്മെൻറ്റ്? വാട്ട് ഈസ് ദി റിസൾട്ട് ഓഫ് ദിസ് അച്ചീവ്മെൻറ്റ്? ആ അച്ചീവ്മെൻറ്റ്, ഈ നേട്ടം കൊണ്ട് ആ നേട്ടം ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടി നിങ്ങൾ പറയേണ്ടി വരും. ഇന്ന് നിങ്ങൾ 130 കോടി കൊടുത്തത് കൊണ്ട് നാളെ മുതൽ ജനങ്ങൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശം എന്താണെന്ന് കൂടി നിങ്ങൾ പറയേണ്ടി വരും. അതായത് ജനസമ്മർദ്ദം കൊണ്ട് ജനജീവിതം ദുസ്സഹമായി തീർന്നപ്പോൾ ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പല കാര്യങ്ങളിലും ഇവിടെ ഇളവ് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ വാക്സിൻ വരുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്തിട്ടുണ്ട്. വാക്സിൻ ഇല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാക്സിൻ എന്ന് പറയുന്നത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായി മനുഷ്യന് ഒരു ആത്മവിശ്വാസമോ ഒരു സാന്ത്വനമോ നൽകുന്ന ഒരു വസ്തു എന്നുള്ളതിൽ കവിഞ്ഞ് മനുഷ്യന് യാതൊരു പ്രയോജനവും ചെയ്തിട്ടില്ല എന്നും മനുഷ്യൻ്റെ ആ ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് വിമുക്തനാകാൻ ഒരു ഇഞ്ച് പോലും, അതായത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിതിൻ്റെ ഒരു വാക്സിൻ്റെ സൂപ്പർ പവർ ആയതുകൊണ്ട് എൻ്റെ രാജ്യത്തെ ജനങ്ങൾ ഇംഗ്ലണ്ടിലെ ജനങ്ങളെ പോലെ ദുബായിലെ ജനങ്ങളെ പോലെ മുഖം മൂടി ധരിക്കേണ്ട എന്ന് പറയാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയുമോ? എങ്കിലതിനർത്ഥമുണ്ട്. നമ്മൾ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ മുഖം പ്രദർശിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം, നമുക്ക് കൂട്ടം കൂടാം, സോഷ്യൽ കോണ്ടാക്റ്റ് ആവാം. ബിക്കോസ് വി ഹാവ് വാക്സിൻ. 2 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള പ്രതിരോധം കിട്ടുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് വീണ്ടും ഒരു കോവിഡ് വരികയാണെന്നുണ്ടെങ്കിൽ അത് മൈൽഡായിരിക്കും, അത് പൊയ്ക്കൊള്ളൂ. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ട്. അങ്ങനെ നിങ്ങൾ നാളെ പറയുക ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് പ്രയോജനം ഉണ്ടായി എന്ന് പറയാം. അല്ലാതെ ഈ പറഞ്ഞില്ലേ, നമ്മുടെ തൊഴിലിൻ്റെ സ്വാതന്ത്ര്യത്തെയും ചലനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ശ്വാസോച്ഛ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും സാമൂഹിക സമ്പർക്കത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും എല്ലാം ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് അതിനെ മടക്കി കൊണ്ടുവരാൻ ഈ വാക്സിൻ കൊണ്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ പ്രയോജനം? എന്താണ് ഇതിൻ്റെ പ്രയോജനമെന്ന് നിങ്ങൾ വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ വെറുതെ കൊണ്ട് നമ്മളുടെ സൂപ്പർ പവറാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൽ ഈ പറഞ്ഞില്ലേ, മോഡിയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. കേരള ഗവൺമെൻറ്റിനെ പോലെ ഇത്രയും ഒരു കമ്മിറ്റഡായിട്ട്, മോദിയുടെ നിലപാടിനോട് ഇത്രയും കമ്മിറ്റഡായിട്ട് ഒരു BJP ഗവൺമെൻറ് പോലും ഇല്ല. കാണുന്ന ആളുകളെല്ലാം പിടിച്ച് ഈ പറഞ്ഞില്ലേ മരണക്കണക്കിൽ ഉൾപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇവിടെ മുഴുവനും രോഗമാണ് എന്ന് ലോകത്തെങ്ങും പ്രചരിപ്പിക്കുകയും കേരളത്തിൽ നിന്ന് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നതിനെ ആളുകൾ അല്ലെങ്കിൽ ലോകം മുഴുവൻ ഭയപ്പെടുകയും ചെയ്യുന്ന തരത്തിൽ ഈ തരത്തിൽ ഓരോ ദിവസവും ഇപ്പോൾ എല്ലാ ദിവസവും RT-PCR ചെയ്യുന്നുണ്ടത്രേ. 8,000 പേർക്ക് RT-PCR ചെയ്യുന്നുണ്ട്. അത് പറ്റത്തില്ല എന്ന് ഇവിടുത്തെ KGMOക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ലാബുകളുടെ അവസ്ഥ നോക്കുന്നുണ്ടാകും. നിങ്ങൾ പറഞ്ഞില്ലേ ഒരു RNA സ്ട്രാൻഡ് കണ്ടു, ആ RNA സ്ട്രാൻഡ് ഇതിൻ്റെ ആണ് എന്നും പറഞ്ഞൊരു ലാബ് റിപ്പോർട്ട് എഴുതാൻ നിങ്ങൾക്ക് ആരാ അധികാരം കൊടുത്തിരിക്കുന്നത്? ഒരു RNA സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഏത് വൈറസിൻ്റെതാകാം, അതൊരു വൈറൽ സ്ട്രാൻഡ് ആകാം. ആ വൈറൽ സ്ട്രാൻഡ് ഇതിൻ്റെ തന്നെയാണ്, ആ വൈറൽ സ്ട്രാൻഡിൻ്റെ പവർ ഇത്രയാണ് എന്നൊക്കെ നിങ്ങൾ ഈ പറഞ്ഞില്ലേ ഒരു ദിവസം കൊണ്ട് അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ വൈറൽ ലോഡൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊക്കെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ഉടനെ നിങ്ങൾ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഈ പറഞ്ഞില്ലേ ആഭാസകരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ ഈ ഇങ്ങനെയുള്ളൊരു പ്രധാനമന്ത്രി ഈ തരത്തിൽ വമ്പ് പറയുമ്പോൾ അതിനൊത്ത് താളം പിടിക്കാനല്ലാതെ മറ്റൊന്നിനും നിങ്ങൾക്ക് കഴിയുകയില്ല. ചോദ്യം ചെയ്യാനായിട്ട് യുക്തിബോധം കൊണ്ട് ചോദ്യം ചെയ്യേണ്ടതിന് യുക്തിബോധം കൊണ്ട് ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടമില്ലാത്ത ഒരു ജനത, മരിച്ചുപോയ ഒരു ജനതയാണെന്ന് ചരിത്രം വിധിയെഴുതും. മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഇത്തരം പ്രലപനങ്ങളെ ഈ ഒരു ദേശീയതയുടെ മുദ്രാവാക്യമായി അംഗീകരിച്ചുകൊണ്ട് ഇതാ നമ്മളൊരു പതാക ഈ ലോകത്തിൻ്റെ ഉച്ചിയിലേക്ക് ഉയർത്തുന്നു, അത് നമ്മുടെ വിജയത്തിൻ്റെ പതാകയാണ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഞാനും നിങ്ങളും വായ മൂടിക്കെട്ടിയിരിക്കുന്നു, മൂക്ക് മൂടിക്കെട്ടിയിരിക്കുന്നു. നമ്മുടെ പതാക ഉയരും തോറും നമ്മുടെ ശ്വാസഗതി മുറുകി വരുന്നു. ഞാൻ നിങ്ങളെ തൊടാൻ പാടില്ല, നിങ്ങൾ എന്നെയും തൊടാൻ പാടില്ല എന്ന് ഈ പതാക നമ്മോട് പറയുന്നു. അതാണ് വാക്സിൻ കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള ഗുണം. ആ സോഷ്യൽ വാക്സിനേഷൻ്റെ എല്ലാ മാമൂലുകളെയും ആചാരാനുഷ്ഠാനങ്ങളെയും നിലനിർത്തിക്കൊണ്ട് ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു KSRTC ബസ് കയറി 2 സീറ്റ് കിടക്കുന്നു, ഒരാളവിടെ ഇരിക്കുന്നു. അതിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പെട്ടെന്ന് ചാടി എണീറ്റു. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങളവിടെ ഇരുന്ന ഒരു കുഴപ്പമില്ല, ഇരിക്കില്ല. ജനങ്ങളിൽ നിങ്ങൾ പടർത്തി വിട്ടിരിക്കുന്ന ഭയമാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് KSRTC സർവീസ് നടത്തുക? നമ്മൾ കണ്ടിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും. UP യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP ഈ പറഞ്ഞില്ലേ ട്രെയിനിൻ്റെ വാതിലിൽ ഒരു പറ്റം ആളുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അവർക്ക് മാസ്കും ഇല്ല, സോഷ്യൽ ഡിസ്റ്റൻസും ഇല്ല, ഒന്നുമില്ല. അവർ
ലോകം കിടന്നു പോവുകയാണ്. ജീവിതമാണത്, ജീവിതം. അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ധൈര്യവും തൻ്റെ ഇടവും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. 1.5 വർഷക്കാലമായി നമുക്കതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്തിനാണ് ഭരണം എന്ന് പറഞ്ഞു കുറേ എണ്ണം 23 വരും ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ഖജനാവ് മുടിക്കുന്നത് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും. പിന്നെ കേന്ദ്രമന്ത്രിസഭയെക്കുറിച്ചും ICMRനെ കുറിച്ചും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വിലക്കെടുക്കപ്പെട്ടവർ തന്നെയാണ്. അതിലിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു മഹാ എൻവയോൺമെൻ്റലിസ്റ്റ് ഇവിടെ വന്നു, അയാൾക്ക് എന്തൊരു പ്രശസ്തിയാണ്. അയാളുടെ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ ഒരു എക്കോസിസ്റ്റം, ഒരു ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, ഭൗമശാസ്ത്രപരമായ ആ ഒരു എക്കോസിസ്റ്റത്തെ പറ്റി, അതായത് ഈ ഭൗമതലത്തിൻ്റേതായ കിടപ്പിനെ പറ്റി, അതിൻ്റെ ഒരു ഭൗമതലത്തിലെ ആവാസ വ്യവസ്ഥയും പിന്നെ ഈ ഭൗമതല പ്രതലങ്ങളെ പറ്റിയുള്ള ഘടനയെപ്പറ്റിയൊക്കെയുള്ള പരിജ്ഞാനം നിങ്ങൾക്കുണ്ട് എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞില്ലേ, ഈ ഭൂമിയുടെ ഉള്ളിൽ ഉള്ള ആ മൺപാളികൾ അല്ലെങ്കിൽ പാറയുടെ പാളികൾ അതെങ്ങനെയായിരിക്കും, ഭൗമഘടന എങ്ങനെയായിരിക്കും, അത് പരിസ്ഥിതി ലോലമാകുന്നത് എങ്ങനെ, പരിസ്ഥിതി ദൃഢമാകുന്നത് എങ്ങനെ, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ പത്മനാഭ മരപ്രഭു എന്ന് പറഞ്ഞ് നിങ്ങൾ മരപ്രഭുക്കന്മാരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പം മരം കൊണ്ടല്ലാതെയോ മഴ പെയ്യുന്ന ഇപ്പോൾ നിങ്ങൾ ലാൻഡ് സ്ലൈഡ് എന്തുകൊണ്ടുണ്ടാകുന്നു? പാറ പൊട്ടിക്കുന്നത് കൊണ്ടുണ്ടാകുന്നു. പാറ എന്തുകൊണ്ട് പൊട്ടിക്കുന്നു? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മുഴുവൻ ഫണ്ടും വിനിയോഗിക്കണം. നമ്മുടെ ജോലി കൺസ്ട്രക്ഷനാണെന്നും അത്തരത്തിലുള്ള മരാമത്ത് പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നും അതിന് മുഴുവൻ ഫണ്ടും വിനിയോഗിക്കണമെന്നും ഡീസെൻട്രലൈസേഷൻ്റെ കാലഘട്ടം മുതൽ ഈ പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞനും കൂട്ടരും പറയുന്നുണ്ട്. അവരെഴുതി വെച്ചിട്ടുണ്ട്, കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നിടത്തൊക്കെ നമ്മൾ റോഡുകളിൽ വീതി വർദ്ധിപ്പിക്കുകയും ഇടവഴികളിൽ കൂടി നമ്മൾ ടൈൽസ് ഇടുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള പാറയൊക്കെ പൊട്ടിക്കേണ്ടി വരും. അങ്ങനെ പാറ പൊട്ടിക്കുന്ന ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആവർത്തിച്ച് ഒരു മന്ത്രം പോലെ നിങ്ങൾ 25 വർഷമായിട്ട് എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അതിന് അത്രയും ആവശ്യമായ പാറയും പാറമടകളും വേണ്ടി വരും. അതുകൊണ്ട് പാറമട പൊട്ടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ അനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നിർത്തിയിട്ട് മറ്റുള്ള ഉൽപ്പാദനക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം തിരിച്ചുവിടുക. അത് നിങ്ങൾക്ക് പറയാനുള്ള ഗട്ട്സ് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളം രക്ഷപ്പെട്ടു പോകുമായിരുന്നു. കേരളത്തെ ഒരു കടക്കെണിയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മതി. ഇവിടെ ഉൽപ്പാദനാധിഷ്ഠിതമായ ഡെവലപ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞ അസാധാരണ ധനകാര്യ ശാസ്ത്രജ്ഞനായ തോമസ് ഐസക്കിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഉറ്റവനും ഉടയവനും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിയും പിന്നെ ആത്മീയാചാര്യനുമൊക്കെയായ റിച്ചാർഡ് ഫ്രാങ്കി എഴുതി വെച്ചിട്ടുണ്ടോ കേരള മോഡൽ എന്ന് പറയുന്നത് ഉൽപ്പാദന നിരപേക്ഷമായ ഒരു വികസന മാതൃകയാണ്. ആ വികസന മാതൃകയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മതി. അതുകൊണ്ട് കഴിഞ്ഞ 1996 മുതൽ 2021 വരെയുള്ള വർഷങ്ങളുടെ നിങ്ങളെ ബഡ്ജറ്റിങ് നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിദേശത്തുനിന്ന് വാങ്ങിയ കടവും ആഭ്യന്തര കടവും ഇവിടെ നിന്ന് കിട്ടിയ വരുമാനവും എല്ലാം ഉപയോഗിച്ച് നമ്മൾ നടത്തിയിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. അടിസ്ഥാന സൗകര്യ വികസനമാണ്, പാലങ്ങളാണ്, ഫ്ലൈ ഓവറുകളാണ്, തോടുകളാണ്, റോഡിൻ്റെ വീതി കൂട്ടലുകളാണ്, ഇടവഴികളെ പൊതുവഴികളാക്കി തീർക്കത്തക്ക രീതിയിൽ ചരൽ കൊണ്ട് നിറച്ച് ടാർ ചെയ്തെടുക്കുന്ന പ്രവർത്തനമാണ്, കെട്ടിടം കെട്ടുന്ന പ്രവർത്തനമാണ്. ഇതിനെല്ലാം പാറ പൊട്ടിക്കണം, മണൽ കോരണം. പാറ പൊട്ടിക്കുകയും മണൽ കോരുകയും ചെയ്യുന്ന വികസനമാണ് ഇവിടെ വേണ്ടത് എന്ന് 1996 മുതൽ 2021 വരെ ഇവിടെ നിൽക്കുന്ന കൽപ്പനയാണ്. നീ പാറ പൊട്ടിക്ക്, പാറമട പൊട്ടിക്ക്, നീ മണൽ കോര്. അങ്ങനെ പാറയും മണലും കൊണ്ട് നീ നിൻ്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക. അതിനായിട്ടാണ് ഞാൻ ഈ പണമെല്ലാം നിനക്ക് തരുന്നത് എന്ന് വിദേശത്തുനിന്ന് കടം തരുന്നവനും ആഭ്യന്തര കടം തരുന്നവനും ഇവിടുത്തെ പ്ലാൻ ഫണ്ട് പഞ്ചായത്തുകൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓഹരി പഞ്ചായത്തുകൾക്ക് കൊടുക്കുമ്പോൾ പഞ്ചായത്തുകൾ പാറ പൊട്ടിക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും പാറമടകൾ തകർക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മണൽ കോരുന്നതിനുള്ള
പ്രവർത്തനങ്ങൾ നടത്തണമെന്നും അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സർവ്വപ്രധാനമാണ് എന്നും എഴുതി വെച്ചിട്ടുള്ള കൽപ്പന ഇപ്പോഴും അതേപോലെ നിലനിൽക്കുമ്പോൾ ഈ പ്രകൃതി ദുരന്തം മൂലം ഈ കുറേ പേര് പറഞ്ഞില്ലേ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി പ്രശ്നങ്ങളുണ്ടായി മരിക്കുന്നത് പാറമടകൾ തകർക്കുന്നത് കൊണ്ടാണ് എന്ന് ഗാഡ്ഗിൽ സഖാവ് പറയുമ്പോൾ സഖാവിൻ്റെ കൂട്ടാളികൾ ഇവിടെ നടപ്പിലാക്കിയ ജനകീയാസൂത്രണമാണ് പറയുന്നത്. പാറമടകൾ പൊട്ടിച്ചുകൊണ്ടല്ലാതെ ഒരു വികസനം സാധ്യമല്ല, മറ്റൊരു വികസനം സാധ്യമല്ല, മറ്റൊരു ഇന്ത്യ സാധ്യമല്ല, മറ്റൊരു കേരളം സാധ്യമല്ല എന്ന് പറഞ്ഞത് നിങ്ങളാണ്. അങ്ങനെ പറഞ്ഞാണ് ഇന്ത്യയെ, കേരളത്തെ നിങ്ങൾ ഈ പടുതിയിൽ കൊണ്ടെത്തിച്ചതെന്ന് മനസ്സിലാക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് പാറ പൊട്ടിക്കേണ്ടടുത്ത് പൊട്ടിക്കാം, വീട് വയ്ക്കേണ്ടടുത്ത് വീട് വയ്ക്കാം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞില്ലേ, നമ്മുടെ കാടിത്ര, നമ്മുടെ കരയിത്ര, നമ്മുടെ ജലാശയം ഇത്ര, കേരളത്തിൻ്റെ ഭൂവിസ്തൃതി എത്ര, ഇതിൽ നമുക്ക് കിട്ടുന്ന കര കാടും ജലാശയവും ഒഴിച്ച് നമുക്ക് കിട്ടുന്ന കരയിലാണ് നമ്മൾ അധിവാസത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത്. അവിടെ നമുക്ക് കൃഷി ഉണ്ടാകണം, നമുക്ക് വ്യവസായമുണ്ടാകണം, നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളും പാലങ്ങളും തോടുകളും അതും എല്ലാം ഇതിനകത്തുണ്ടാകണം, എല്ലാം ഇതിനകത്തുണ്ടാകും. അതിനിടയ്ക്ക് നമ്മുടെ ഈ കരയുടെ എത്ര ശതമാനം നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ റോഡുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമുക്ക് ലഭ്യമായ കര എത്ര? നമുക്ക് കാട് കയറാൻ പറ്റില്ലല്ലോ, കാട് നമ്മൾ സംരക്ഷിക്കണം, ആ മേഖലയിലോട്ട് കയറാൻ ഒക്കില്ല. എന്തായാലും ജലാശയത്തിലോട്ട് ഇറങ്ങി നിന്നോട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ ജലത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ല, അങ്ങനെയുള്ള ജലത്തിൽ ജീവിക്കുന്ന പണ്ടും ജലത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. വള്ളങ്ങളിൽ ആ തരത്തിലൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അധികം പേർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല, ജലാശയങ്ങളിൽ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി കിട്ടുന്ന ഒരു കരയാണ്. കരയിൽ നമ്മൾ എത്ര ശതമാനം നമ്മൾ ഉൽപ്പാദന പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വയ്ക്കണം, അതിലൂടെയാണ് നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്നത്. ദറ്റ് ഈസ് സസ്റ്റനൻസ്. ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് അല്ല. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് മനുഷ്യനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. പിന്നെന്താണ് ഈ പറയുന്ന നമുക്ക് ബാക്കി വരുന്ന ഈ കരയെ നമ്മൾ സ്പർശിക്കാൻ പാടില്ല. ഈ തോടോ പാലമോ കെട്ടിടമോ കെട്ടാനല്ലാതെ മറ്റൊരു കാര്യത്തിനും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഉൽപ്പാദന ഉപരോധത്തെയാണ് നിങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യനെ സസ്റ്റെയിൻ ചെയ്യാൻ, മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഉൽപ്പാദന പ്രവർത്തനത്തിന് നമ്മൾ എത്ര കരയുടെ എത്ര ഭാഗം നീക്കി വയ്ക്കണം. നമ്മുടെ അധിവാസത്തിന് ഈ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ, കേരളത്തിൻ്റെ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് തലചാച്ചുറങ്ങുവാൻ കിടപ്പാടങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എത്ര ഭൂമി മാറ്റിവെക്കണം. അങ്ങനെ സ്കൂളുകൾ, പൊതുസ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അവയ്ക്ക് വേണ്ടി നമ്മൾ എത്ര സ്ഥലം നീക്കി വയ്ക്കണം. അതിനേക്കാളേറെ 12 വരി പാതയാണ് ഇവിടെ ആവശ്യം എന്ന് പറയുമ്പോൾ റോഡിന് വേണ്ടി നമ്മൾ വഴിമാറ് എന്നില്ല. പണ്ട് ഈ ഫ്യൂഡൽ ലോഡ് പറയുന്ന പോലെ മുണ്ടയ്ക്കൽ ശേഖര വഴിമാറെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവനും ഒന്ന് വഴിമാറിക്കൊടുക്കുക. ഇവിടെ നമ്മൾ കുറുകയും മുകളിലും താഴെയുമായിട്ട് കുറേ പാതകൾ കൊണ്ടുവരട്ടെ എന്ന് പറയുന്ന ഒരു വികസനം ഇവിടെ കൊണ്ടുവന്നത് നിങ്ങളാണ് ഗാഡ്ഗിൽ സഖാവേ. നിങ്ങൾ അതിനെപ്പറ്റി എന്താ ഒരു അക്ഷരം മിണ്ടാത്തത്? ഈ ഒരു വികസനം അശാസ്ത്രീയമാണ്. അതായത് പാറമടകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള മണൽ കോരലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഉൽപ്പാദനക്ഷമമല്ലാത്ത ഈ വികസനം അശാസ്ത്രീയമാണെന്ന് പറയാൻ കഴിയാത്ത എന്തൊരു പരിസ്ഥിതിവാദമാണ് സഖാവിൻ്റെ നാവിലുള്ളത്. മറ്റ് സഹാക്കന്മാരുടെ മറ്റുള്ള സഹാക്കന്മാർ, തദ്ദേശീയ സഹാക്കന്മാരെല്ലാം വെളിപ്പെട്ട് കഴിഞ്ഞവരാണ്. അവർ ഓരോരോ സന്ദർഭങ്ങളിൽ അവരാരാണ് എന്ന് പറഞ്ഞില്ലേ, നീലച്ചായം പുരണ്ട കുറുക്കന്മാരൊക്കെ ആരാണ് എന്ന് ഓരോ സന്ദർഭത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ പറ്റി ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളിപ്പോഴും അവിടെ നിന്ന് വരുന്ന മാധവ മരപ്രഭു ആയതുകൊണ്ട് പത്മനാഭ മരപ്രഭു എന്ന് പൂന്താനം കളിയാക്കി വിളിക്കുന്നുണ്ട്. പൂന്താനം ഒരു വല്ലാത്തൊരു ജീനിയസ് ആയിരുന്നു. അദ്ദേഹം വളരെ ഭക്തിപൂർവമാണ് അദ്ദേഹം ഈ പറഞ്ഞ ദൈവങ്ങളെയൊക്കെ തന്നെ തകർത്ത് കളഞ്ഞത്, അല്ലെങ്കിൽ ഭക്തിബോധത്തെ തന്നെ തകർത്ത് കളഞ്ഞത്. അതുകൊണ്ടാണ്
പത്മനാഭ മരപ്രഭു എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം ഉണ്ടായി വന്നത്. എന്തായാലും കുറേ മരപ്രഭുക്കന്മാർ പിന്നീട് ഉണ്ടായി വന്നു. അവരായിരുന്നു പരിസ്ഥിതിവാദി. അവരുടെയൊക്കെ തനി നിറം എന്താണെന്ന് കേരളം അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ വികസനം എന്തായിരിക്കണം, ഡെവലപ്മെൻറ്റ് എന്തായിരിക്കണമെന്ന് പറയുമ്പോൾ അത് പാറമട പൊട്ടിച്ചുകൊണ്ടുള്ള മാക്സിമം പാറമട പൊട്ടിക്കുന്ന വികസന പ്രവർത്തനമായിരിക്കണമെന്ന് പറഞ്ഞത് ഡീസെൻട്രലൈസേഷൻ്റെ കാലഘട്ടം മുതലാണ്. നിഷേധിക്കാമോ? പറ്റുകയില്ല. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയരുത്. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലോക്ക്ഡൗൺ കൊണ്ടുവരുന്നു. എന്താണ്? മനുഷ്യൻ്റെ പ്രവർത്തനശേഷിയെ നിശ്ചലമാക്കുക. ഒരു രോഗത്തിൻ്റെ പേരിൽ പ്രവർത്തനശേഷിയെ നിശ്ചലമാക്കുക, മനുഷ്യനെ പട്ടിണിക്കിടുക, മനുഷ്യൻ കൂട്ടം കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളി നീക്കുക. ഇതൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിർവഹിച്ചതിന് ശേഷം ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ കണ്ടില്ലേ, പരിസ്ഥിതിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് മനുഷ്യരെ രക്ഷിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കും, മനുഷ്യൻ്റെ ആവശ്യങ്ങളെപ്പറ്റി സംസാരിക്കും. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന ഒരു വാക്യം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിഞ്ഞുകൊണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഇത്രയും മനുഷ്യത്വരഹിതമായൊരു പ്രയോഗം ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഉൽപ്പാദനത്തെ ഉപരോധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പച്ചയായ മലയാളം. ഗാഡ്ഗിൽ സഖാവിന് അതല്ല എന്ന് പറയാമോ? അതല്ല എന്ന് പറയാമോ? ഉൽപ്പാദന ഉപരോധത്തിലൂടെ നമുക്കൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുമെന്നുള്ളൊരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൻ്റെ ശിക്ഷയാണ് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ശിക്ഷയുടെ തലവന്മാരാണ് ഇന്ന്, ആ ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തലവന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ദുരന്തം. അതാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ ഇവിടുത്തെ എക്കോ സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ എന്താ നിങ്ങൾ ആകാശത്തിൻ്റെ മുകളിലുള്ള എക്കോ സിസ്റ്റത്തെ പറ്റി പറയാത്തത്? ബിൽഗേറ്റ്സ് കൊണ്ടുവന്ന എക്കോ സിസ്റ്റത്തെ പറ്റി, ഹൈവേയെ പറ്റിയൊക്കെ ഇവിടെ ഒരുപാട് പടങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ 12 സ്ഥാനങ്ങൾ ആ ഹൈവേയിൽ എവിടെ ആയിരിക്കണമെന്ന് ആ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ജന്തുക്കളും ഇവിടുത്തെ സസ്യങ്ങളും സസ്യജാലങ്ങളും ജീവജാലങ്ങളും ഇവിടുത്തെ പാറക്കെട്ടുകളും ഇവിടുത്തെ മനുഷ്യരും എങ്ങനെയാണ് സഹവർത്തിത്വത്തോടെ കഴിയുന്നത്. അതുപോലെ ഈ പലതരം ഐറ്റംസും ആകാശത്തും അല്ലെങ്കിൽ ഈ ബാഹ്യാകാശത്തും ഉണ്ടാകും. ആ തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ആ വ്യോമാനന്തരങ്ങളിലേക്ക് വിക്ഷേപിക്കുകയാണ്. അവയെല്ലാം അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയും പ്രവർത്തിക്കുകയും ചിലത് ഡിഫക്റ്റായി ജങ്കായിട്ട് അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. അവ യഥാർത്ഥത്തിൽ അന്തരീക്ഷ താപനത്തിന് കാരണമായി തീരുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വലയങ്ങൾ സൃഷ്ടിക്കുകയും ആ കാർബൺ വലയങ്ങൾ വർഷങ്ങളോളം നിലനിൽക്കുകയും അത് യഥാർത്ഥത്തിൽ അവസാനം ഭൂമിയുടെ എൻവയോൺമെൻറ്റിനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു എക്കോസിസ്റ്റം നമ്മുടെ മുകളിലുണ്ട്. അതുകൊണ്ടാണ് സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടാക്കുന്ന അവൻ്റെ 108 സ്പേസ് വെഹിക്കിൾസ് അവൻ അമേരിക്കയിൽ വെച്ച് അവനത് ലോഞ്ച് ചെയ്യില്ല. എന്തുകൊണ്ട് അവിടെ നിന്ന് ലോഞ്ച് ചെയ്യുന്നില്ല? അത് അവിടെ നിന്ന് വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ശ്രീഹരിക്കോട്ടയിൽ കൊണ്ടുവന്ന് എന്തിന്? അവിടുത്തെ 68 എണ്ണം അമേരിക്കയിൽ, അല്ലാതെയുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ കയറ്റിവിടുന്നുണ്ട്. കയറ്റിറക്ക് തൊഴിലാളികളാണ് നമ്മൾ. ISRO എന്ന് പറയുന്നത് ഒരു കയറ്റിറക്ക് തൊഴിലാളി കേന്ദ്രമാണ്. നോക്കൂലിയല്ല, കയറ്റിവിടുന്നുണ്ട്. അതിൻ്റെ കൂലി നമ്മൾ വാങ്ങുന്നു. പക്ഷേ ഈ കൂലി വാങ്ങി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സ്പേസ് റിസർച്ച് അല്ല നടത്തുന്നത്. അവർ കൊണ്ടുവരുന്ന സ്പേസ് വെഹിക്കിൾസ് കയറ്റിവിടുന്നു. നമ്മുടെ വ്യോമാനന്തരങ്ങളിലേക്ക്, നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് അത് കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. അവ എവിടെയാണ് വട്ടം ചുഴറ്റിക്കൊണ്ടിരിക്കുന്നത്? ഈ വെഹിക്കിൾസിന് ഒരു പാത്വേ ഉണ്ടായിരിക്കുമല്ലോ. കുറേ കാലം അവിടെ നിൽക്കുമല്ലോ. അത് ജങ്കായാൽ പോലും അവിടെ തന്നെ വട്ടം കറങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ അത് ഈ ഇന്ത്യക്കാരൻ്റെ വ്യോമാനന്തരത്തിൽ ഇത് കൊണ്ടുവന്ന് വിക്ഷേപിക്കുക എന്തിനാണ്? നിങ്ങൾ വ്യാപനത്തെപ്പറ്റിയും താപവ്യാപനത്തിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്ക്, ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി പറയുമ്പോൾ, ആഗോള താപനത്തെ പറ്റി പറയുമ്പോൾ, ആ വാർമിങ്ങിന് കാരണമായി തീരുന്നത് പ്രധാനമായിട്ടും ഈ സൈബർ എക്കോസിസ്റ്റത്തിൻ്റെ
അപാകതകളാണ്, അതിൽ വരുന്ന ഇംബാലൻസ് ആണ് എന്ന് വളരെ വ്യക്തമായി ശാസ്ത്രീയമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മുടെ ഈ ടൊറൻഷ്യൽ റെയിൻ ഉണ്ടാകുന്നതിന് കാരണമല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പെട്ടെന്ന് അപ്രതീക്ഷിതമായൊരു ടൊറൻഷ്യൽ റെയിൻ ഉണ്ടാകുന്നു, നമ്മുടെ മഴയുടെ പാറ്റേൺ തകർക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ കൊണ്ടുവന്ന് എന്തിനിത് വിക്ഷേപിക്കണം? ഈ ചോദ്യം ഗാഡ്ഗിൽ സഖാവിന് ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ? ഗാഡ്ഗിലിന് പണം കിട്ടുന്നത് അവിടെ നിന്നാണല്ലോ, അമേരിക്കയിൽ നിന്നാണല്ലോ പണം കിട്ടിയിട്ടുള്ളത്, പണം തന്നിട്ടുള്ളത് അവരാണല്ലോ. അതുകൊണ്ട് അവരോട് ചോദിക്കാമല്ലോ, എന്തിനാണ് പ്രിയപ്പെട്ട ബൈഡൻ സഖാവേ അവിടെ നിങ്ങൾക്ക് അവിടെ നിന്ന് സുഖമായിട്ട് വിക്ഷേപിക്കാവുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളിവിടെ ജോലിയില്ലാതിരിക്കുകയാണോ? കയറ്റിറക്ക് തൊഴിലാളികളായിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത് മുകളിലോട്ട് ഉയർത്തി വിടുന്നത് എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കാമല്ലോ. ISRO എന്തായി മാറി, എന്തായിരുന്നു നമ്പി നാരായണൻ്റെ റോൾ എന്ന് ഇപ്പോൾ വളരെ വ്യക്തമാകുന്നു. എങ്ങനെ അതിനെ കമേഴ്ഷ്യലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ വ്യോമാനന്തരങ്ങളിൽ നമ്മുടെ ജീവിതം അസാധ്യമാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു കോൺസ്പിറസി നടത്തുകയും അതിൻ്റെ കമാൻഡ് അവൻ്റെ കയ്യിലാകുകയും നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശം, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള സൂര്യൻ അവൻ്റേതാണെന്ന് പറഞ്ഞു സൗരോർജ്ജ കോൺട്രാക്റ്റിലൂടെ. അതിനുശേഷം നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആകാശം, ആ ആകാശത്തിൽ എന്തൊക്കെ നിറയ്ക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്ത് അവൻ നിറച്ചു. അതിൻ്റെ കമാൻഡ് അവൻ്റെ കയ്യിലാണ്, അവൻ്റെ കയ്യിലാണ്. അതാണ് അതിൻ്റെ അവസ്ഥ. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ കുറേ സൈബർ പ്ലാറ്റ്ഫോംസും മോഷണവും ഹാക്കിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. കുറേ ഡാറ്റ കളക്ഷനും നോളജ് എക്കോണമിയുടെ ചില വിരുതുകളുമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതില്ലാതൊന്നും ഞാൻ പറയുന്നില്ല. അത് ഈ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല പ്രവർത്തനങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഈ ജീവിതത്തിന് വിഘാതം സംഭവിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ വ്യോമാനന്തരങ്ങളെ ഈ തരത്തിൽ മലിനീകരിക്കുന്ന ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മുടെ കാലാവസ്ഥ ക്രമത്തെ, നമുക്കൊരു കാലാവസ്ഥ ക്രമമുണ്ടായിരുന്നു, ആ കാലാവസ്ഥ ക്രമത്തെ അതിനെ വഴിതെറ്റിച്ച് വിട്ട് അതിനെ ഈ കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് അത് വർദ്ധിച്ചു വരികയാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കാലാവസ്ഥ പ്രവചനങ്ങൾ തകർന്നു പോവുകയാണ്. അത് ഇവിടുത്തെ ഇരിക്കുന്ന യന്ത്രത്തിൻ്റെ തകരാറ് കൊണ്ടോ അത് പഴയ യന്ത്രങ്ങളായതുകൊണ്ടോ കൊണ്ടൊന്നും അല്ല. ഇനിയിപ്പോൾ അതിനുവേണ്ടി ഈ പറഞ്ഞില്ലേ, ഇവരുണ്ടാക്കുന്ന സ്പേസ് ജങ്കിനെയൊക്കെ നേരിടാൻ ശേഷിയുള്ള, അതിൻ്റെ പ്രതികരണങ്ങൾ എന്താണെന്ന് അറിയാൻ ശേഷിയുള്ള ഒരു യന്ത്ര സംവിധാനം കൂടെ നമ്മുടെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രങ്ങൾക്ക് കൊടുത്താലേ അവിടെ ഇരിക്കുന്ന മനുഷ്യർക്ക് അതെന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയ പഠനം വേണ്ടി വരും. അത് പഠിപ്പിക്കാനും അമേരിക്കക്കാരൻ തന്നെ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുഴപ്പമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആകാശം വഴിയായും കരവഴിയായും ആഴക്കടൽ അവന് വേണം, നമ്മുടെ ആകാശം അവന് വേണം, നമ്മുടെ കര അവന് വേണം. കരയിൽ നീ ഉൽപ്പാദനം നടത്തണ്ട, ഞാൻ വന്ന് ഇൻവെസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു. ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. കരവഴിയായും ആകാശം വഴിയായും ജലവഴിയായും നമ്മളെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാർവദേശീയ ക്യാപിറ്റലിസത്തിൻ്റേതായിട്ടുള്ള ലീലകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലീലകൾക്ക് മധ്യത്ത് നിന്നുകൊണ്ട് ഇതാ ഞങ്ങളൊരു സൂപ്പർ പവർ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നു, വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അരോചകമാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. പിന്നെ ഇന്ന് വാർത്തകളിലേക്ക് കടന്നു പ്രത്യേകിച്ചൊന്നുമില്ല. കോൺഗ്രസ്സുകാരുടെ ഒരു ജംബോ സമിതി അതിൻ്റെ എണ്ണം വെട്ടിക്കുറച്ച് അതിൻ്റെ ഭാരം കുറച്ച് 56 പേരുടെ ഒരു സമിതിയാക്കി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. എന്താ വെച്ചാൽ ഇത് നമ്മുടെ തലയിലൊരു വലിയ ഭാരമായിരുന്നു. എന്നാലും നമ്മുടെ ഒരു ചുമടായിരുന്നു. ആ ചുമടിൽ കുറേ പേര് താഴെ ഇറങ്ങി, കുറേ പേര് നിലത്തും കുറേ പേര് തലയിലുമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണഗണം എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഒന്നിൽ ഇതൊരു പാർട്ടി ആയിരിക്കണം. അത് ഇനിയൊരു പാർട്ടി ആവില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നിങ്ങളിപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ കോൺഗ്രസ് കുറേ കൂടെ നിലനിൽക്കും. എന്ന് വെച്ചാൽ കേരളത്തിന് അങ്ങനെ ഒരു ട്രഡീഷനുണ്ട്, ഒരു സെക്കുലർ ട്രഡീഷനുണ്ട്. അത് കേരളത്തിലെ BJPയിൽ പോലും അതിൻ്റെ വേരുകളുണ്ട്, സെക്കുലർ ട്രഡീഷൻ്റെ വേരുകളുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പാർട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ കറപ്ഷനും എല്ലാ വൃത്തികേടുകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിന് വേറൊരു സ്വഭാവമുണ്ട്. പക്ഷേ ഈ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ് ആരാണെന്ന് ഇപ്പോഴും ആർക്കും അറിഞ്ഞുണ്ട്. ഞാൻ തന്നെയാണോ പ്രസിഡൻ്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക്
സോണിയാഗാന്ധി ചോദിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അല്ല ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഉടനെ കുറേ പേര് കൂടി പറയുന്നത് അങ്ങനെയല്ല, രാഹുൽ ഗാന്ധി പ്രസിഡൻ്റ് ആകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസിഡൻ്റ് ആകാമെന്ന് പറയുന്നു. അങ്ങനെ ആര് പ്രസിഡൻ്റാണെന്നും പ്രസിഡൻ്റ് ആകണമെന്നുള്ളതിനെക്കുറിച്ച് അങ്ങ് കേന്ദ്രതലത്തിൽ വരെ തർക്കം നടക്കുന്ന ഒരു നാഷണൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഒരു ദൗർഭാഗ്യമാണ്. നമുക്ക് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ വളരെ കാലം പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വന്നിരിക്കുന്ന ഒരു ഗതികേടിൻ്റെ അവസ്ഥയിൽ ഇവിടെ 56 പേരുടെ ആ ഒരു കൂട്ടായ്മ ഉണ്ടായി എന്നുള്ളത് അത് വലിയ അത്ഭുതമായി നമ്മുടെ പത്രങ്ങൾ ആഘോഷിക്കുകയാണ്. ആഘോഷിക്കട്ടെ, ആഘോഷിച്ചിട്ടൊന്നും കാര്യമില്ല, വസ്തുതകൾ എവിടെ ചെന്ന് അവസാനിക്കുന്നതാണ്. പിന്നെ എനിക്ക് ദേശാഭിമാനിയിൽ പറഞ്ഞില്ലേ CSB ബാങ്കിലെ അതിജീവന സമരം എന്നും പറഞ്ഞിട്ട് അതിജീവന സമരം. ഇപ്പോൾ കാത്തലിക് സിറിയൻ ബാങ്കിൽ വിദേശ കനേഡിയൻ ഒരു വിഭാഗം അവിടെ വന്ന് ഫെയർഫാക്സ് കമ്പനി എന്ന് പറയുന്ന കനേഡിയൻ ഫെയർഫാക്സ് കമ്പനി വന്ന് കുറേ ഷെയർ അങ്ങ് വാങ്ങിക്കൊണ്ട് പോയി. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒന്ന് ഷെയർ വാങ്ങിക്കൊണ്ട് പോകാം. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഇപ്പോൾ ആരൊക്കെ വാങ്ങിയിരിക്കുന്നത്? കേരള ഗവൺമെൻറ് സ്വതന്ത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓടിക്കൊണ്ട് നെതർലാൻഡ്സിൽ പോവും, മേയോ ക്ലിനിക്ക് പോവും, അവിടെ പോവും, ഇവിടെ പോവും. അവിടെ നിന്നൊക്കെ ഓരോ ഷെയറും വാങ്ങിക്കൊണ്ടാണ് വരുന്നത്. പിന്നെ ഈ ഷെയർ ഒന്നും കിട്ടാത്തതുകൊണ്ട് കടം വാങ്ങാനായിട്ടൊരു കിഫ്ബി എന്ന് പറഞ്ഞ ഒരു ഏർപ്പാട് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഷെയറിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഷെയറാണ്. ജീവിതത്തിൻ്റെ ഷെയറാണ് കിഫ്ബിയിലൂടെ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് അത് ബോണ്ടിൻ്റെ രൂപത്തിലാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷെയർ പറഞ്ഞില്ലേ, വിദേശ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്നില്ലേ? വിദേശികൾ വന്നൊരു ബാങ്കിൻ്റെ ഷെയർ വാങ്ങിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നതും വിദേശികൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വലിയ വ്യത്യാസമുണ്ടോ? വിജയരാഘവൻ സഖാവേ, എനിക്കത് മനസ്സിലാകുന്നില്ല. നമുക്ക് തദ്ദേശീയമായിട്ടുള്ള നമ്മുടെ സ്ഥാപനങ്ങളെ നമ്മൾ പ്രൈവറ്റായിട്ടുള്ള പാർട്ടികൾക്ക് ഒരു ഭാഗത്തൂടെ വിൽക്കുന്നു. വിറ്റിട്ടാണ് നമ്മളൊരു സൂപ്പർ പവറായി തീരുന്നത്. അതിൽ സംശയമില്ലല്ലോ, അതിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എവിടെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന മുദ്രാവാക്യവുമായിട്ട് സഖാക്കൾ ലോകമെങ്ങും അലഞ്ഞു തിരിയുകയാണ്. അപ്പോഴും ഇവിടെ നോക്കുകൂലിയുള്ളതുകൊണ്ടാണ് വരാത്തത്. ഫോർഡ് പോയത് നോക്കുകൂലി നിമിത്തമാണ്. പെപ്സി പോയത് നോക്കുകൂലി നിമിത്തമാണ്. ഇനി വരാനിരിക്കുന്ന മഹാ അത്ഭുതങ്ങളൊക്കെ പോകാതിരിക്കുന്നതിനൊക്കെ കാരണം നോക്കുകൂലിയാണ്. അതുകൊണ്ട് നോക്കുകൂലി എന്ന് പറയുന്ന ഒരു മഹാഭീകരത എന്താണ്? നമ്മൾ വളരെ മാർജിനലായിട്ട് പോലും ബാധിക്കാത്ത ഒരു അതിക്രമത്തെയാണ്. സമൂഹത്തിൽ പലതരത്തിലുള്ള അതിക്രമം. ഇപ്പോൾ ഒരു ദിവസം വർത്തമാന പത്രം നടക്കുമ്പോൾ നിങ്ങൾ എത്ര പോക്സോ കേസോ വായിക്കുന്നു? ആ പോക്സോ കേസിൻ്റെ എണ്ണവും നിങ്ങളുടെ നോക്കുകൂലിയുടെ എണ്ണവും കൂടെ ഒന്ന് തട്ടിച്ച് നോക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര നോക്കുകൂലി സംഭവം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഒരു ദിവസം നിങ്ങൾ എത്ര ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യണം? ഒരു ദിവസം നിങ്ങൾ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നുള്ള രീതിയിൽ എത്ര മൃതദേഹങ്ങളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഈ നോക്കുകൂലി ഒരു ദിവസം എവിടെയൊക്കെയാണ് നോക്കുകൂലിയുടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്? ഇത് ഈ മധ്യവർഗക്കാരനും തൊഴിലാളിയും തമ്മിലുള്ള ഒരു തർക്കമാണ്. അവിടെ തൊഴിലാളികളുടെ അതിക്രമം എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ അപജയത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതിനേക്കാളും വലിയ അപജയമാണ് ഭരണതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നത് ഇളമരം കരീമാണ്. ഇളമരം കരീമിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ചെന്ന് പെട്ടിരിക്കുന്ന ഈ പറഞ്ഞില്ലേ സാർവദേശീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ, അവരുടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ, അവരുടെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ, അവർ മുതലാളിമാരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടുകൾ, മുതലാളിമാരുമായിട്ട് അവർ സൗഹാർദ്ദം കാണിക്കുമ്പോഴത്തേക്കും ഇവിടെ താഴെ തൊഴിലാളി മധ്യവർഗ്ഗക്കാരനെ പിഴിയുന്നു. അപ്പോൾ ആ തരത്തിൽ വരുന്ന ഒരു വൈരുദ്ധ്യമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതിലത്ര വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കൂലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നൊരു വ്യവസായം നാട് വിട്ടു പോകുന്നില്ല. അങ്ങനെയാണ് പിന്നെ യൂസഫ് അലിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് മാളുമായിട്ട് വരേണ്ട കാര്യമുണ്ട്. അവിടെ ആരും നോക്കില്ല. യൂസഫ് അലിയെ കണ്ട ആരും നോക്കില്ല. ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. എന്നിട്ട് നോക്കാതിരിക്കും. അപ്പോൾ അതൊക്കെ അനാവശ്യമാണ്. അങ്ങനെയൊന്നും ആരും പോകുന്നില്ല.
ഇവിടെ ഇപ്പോൾ കനേഡിയൻ ഒരു കമ്പനി ഷെയർ വാങ്ങി കാത്തലിക് സിറിയൻ ബാങ്കിൽ, അവിടുത്തെ ജീവനക്കാരുടെ അവസ്ഥ വളരെ ലോലമാണ്. അവരുടെ ഇപ്പോൾ ഇന്ന് കാത്തലിക് സിറിയൻ ബാങ്കിൽ സംഭവിക്കുന്നത് നാളെ സ്റ്റേറ്റ് ബാങ്ക് സംഭവിക്കില്ല എന്നുള്ളത് എന്താണ് ഉറപ്പ്? ഈ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല സഖാവേ. എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാത്തലിക് സിറിയൻ ബാങ്ക് ആകുമ്പോൾ കുറേ കൂടെ എളുപ്പമുള്ളതുകൊണ്ട് കനേഡിയൻ കമ്പനി വന്ന് അതിൻ്റെ ഷെയർ വാങ്ങിച്ച് വെള്ളത്തിലായി. നിങ്ങൾ മുത്തൂറ്റിൽ സമരം നടത്തിയിട്ടെന്തായി? മുത്തൂറ്റിൽ ഒരു അതിജീവന സമരം നടന്നല്ലോ. CITUവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു അതിജീവന സമരം നടന്നു. അവർ നോക്കൂലിക്ക് വേണ്ടിയല്ല സമരം ചെയ്തു, അതും ജീവിക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. അതെവിടെ, അതിന് എന്ത് പറ്റി? മുത്തൂറ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിരുന്ന KM എബ്രഹാമിനെ നിങ്ങൾ കിഫ്ബിയുടെ CEO ആക്കി മാറ്റി. അദ്ദേഹം വിദേശത്ത് പോയി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അവിടെ എവിടെയോ അല്ലെങ്കിൽ പല ഇൻവെസ്റ്റേഴ്സിൽ നിന്നൊക്കെ ഷെയർ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അവസാനം നമ്മൾ മടക്കി കൊടുക്കണമെന്നുള്ളൊരു കരാറ് അത് ചെയ്യാൻ വേണ്ടിയാണ് മുത്തൂറ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ നമ്മുടെ CEO ആക്കി. പിന്നെ അദ്ദേഹത്തിനെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാക്കി നമ്മൾ പ്രഖ്യാപിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവശങ്കരനായിരിക്കുമ്പോൾ ഉപമുഖ്യമന്ത്രിയെക്കാളും പ്രധാനമായിരുന്നു. നമ്മൾ പിന്നെ ഒരു ബഹുമാനം കൊണ്ട് അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കി തരം താഴ്ത്തുന്നതാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ കാര്യം ചെയ്യുന്നത് മുത്തൂറ്റുകാരനാണ്. അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ അതിജീവന സമരം നടന്നിട്ട് നിങ്ങളതങ്ങ് മറന്നുപോയി. ഇപ്പോൾ ഈ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ കാര്യമായിട്ട് വന്ന് വളരെ നീളത്തിൽ വിദേശ മൂലധനത്തിൻ്റെ രണ്ടാം വരവ് ഉന്നതതല ഗൂഢാലോചനയിലൂടെയായിരുന്നു. മുത്തൂറ്റിൽ ഈ പറഞ്ഞ തൊഴിലാളികൾ പിരിച്ചുവിട്ടത് ഏതുതരം ഗൂഢാലോചനയിൽ കൂടിയായിരുന്നു? തൊഴിലാളികൾക്കെതിരെ ഉണ്ടായ ഒരു പടനീക്കം ഏതുതരം ഗൂഢാലോചനയിലൂടെയാണ്? നിങ്ങളുടെ പ്രിയപ്പെട്ട KM അബ്രഹാമിൻ്റെ ഉറ്റ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ രക്തമായ ഈ മുത്തൂറ്റിൽ ഈ പിരിച്ചുവിടാനുണ്ടായത് ഏതുകൂടെ? അവിടെ എന്താ മറന്നു പോകും? നിങ്ങളിപ്പോൾ കാത്തലിക് സിറിയൻ ബാങ്കിനെ മാത്രമായിട്ട് കയറി പിടിക്കുന്നതാണ്. എന്തിനാണ്? മുത്തൂറ്റിനെ വിട്ടിട്ട് മുത്തൂറ്റിൻ്റെ നേതാവിനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്തിരുത്തിയിട്ട് നിങ്ങൾ കാത്തലിക് സിറിയൻ ബാങ്കിനെ നിങ്ങൾ ആക്രമിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയാളെ ഒരു മീഡിയേറ്ററായിട്ടെങ്കിലും ഉപയോഗിച്ചിട്ട് മാന്യമായിട്ട് അവിടുത്തെ സമര ഒത്തുതീർപ്പ് എത്തിക്കാമായിരുന്നല്ലോ. അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ആ കഴിയാത്ത നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ വലിയ വിദേശ മൂലധനം വരുന്നത്, ഈ വിദേശത്ത് ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ വിദേശ മൂലധനമല്ലേ ഇങ്ങോട്ട് വരുന്നത്? ഇൻവെസ്റ്റേഴ്സ് വേണം, ഇൻവെസ്റ്റേഴ്സ് വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഗവൺമെൻറ് അവർ കൊണ്ടുവരുന്ന വിദേശ മൂലധനമല്ലേ? വിദേശ മൂലധനം ഇപ്പോൾ പറഞ്ഞില്ല, അത് വന്നിട്ട് അവർ ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഈ സ്ഥാപനങ്ങളുടെ ഷെയർ വാങ്ങാൻ മാത്രമേ അപകടമാകൂ. അവരിവിടെ വന്ന് ഫ്രഷായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് അവരുടെ വിദേശ മൂലധനം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപകടമൊന്നും ഉണ്ടാവില്ലേ? ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനോടുള്ള നിങ്ങളുടെ നയം എന്താണ്? അതൊരു പൊതു നയമാണ്. കാത്തലിക് സിറിയൻ ബാങ്കിലാകുമ്പോഴത്തേക്ക് അവർ ഷെയർ വാങ്ങുന്നു എന്നുള്ളത് കൊണ്ട് അത് കൊള്ളരുതാത്തതും, എന്നാൽ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇവിടെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വീകാര്യമാവും എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം, ഈ വൈരുദ്ധ്യമാണ് സഖാവേ നിങ്ങളുടെ പാർട്ടി അല്ലാതാക്കി മാറ്റുന്നത്. നിങ്ങളൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ വി ഷുഡ് ലൈ ഡൗൺ കണ്ടീഷൻസ്. വേണ്ടാന്ന് ഞാൻ പറയില്ല. നമുക്കൊരു ഉൽപ്പാദനത്തിൻ്റെതായ മേഖല ഉണ്ടാകണമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രീ കണ്ടീഷനാണ്. ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് സോൺ എന്ന് പറയുന്നത് നമുക്കുണ്ടാകണം, അത് ബലിഷ്ഠമായിരിക്കണം എന്നുള്ളത് പ്രാഥമികമായ കാര്യമാണ്. അതിന് പുറമേ ഒരു ഫോറിൻ ഇൻവെസ്റ്ററെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും സ്ഥലത്ത് നമ്മൾ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് വരുന്ന മാർജിനൽ സ്പേസിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള, അവൻ വരുന്നവൻ ഇതിനെ സ്പെഷ്യൽ എക്കണോമിക് സോണാക്കണം. അതായത് ഇവിടുത്തെ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത, സാമ്പത്തിക നിയന്ത്രണ നിയമങ്ങൾ ബാധകമല്ലാത്ത സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് എൻ്റെ സ്ഥാപനം കൊണ്ടുവരുന്ന ആ സോണിനെ നിങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് പറയാം. അങ്ങനെ പ്രഖ്യാപിച്ചു കൊടുക്കുന്ന ഒരു നിലപാട് ഇവിടെ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കാത്തലിക് സിറിയൻ ബാങ്കിനെ മാത്രം മുൻനിർത്തി കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല. എല്ലാവരും കരയാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, ധനകാര്യ മേഖലയിൽ ഇന്ന് പ്രവൃത്തിയെടുക്കുന്ന എല്ലാവരും, പബ്ലിക് ട്രഷറിയിൽ ഇരിക്കുന്ന ജീവനക്കാർ പോലും കരയാനിരിക്കുന്നതേ ഉള്ളൂ.
കാരണം ധനകാര്യ മുതലാളിത്തത്തിൻ്റെ ആ ഒരു പീക്ക് പീരീഡിൽ അതിൻ്റെ കടന്നാക്രമണത്തിൻ്റെ തന്ത്രങ്ങൾ എന്തെന്ന് എനിക്കും നിങ്ങൾക്കും നിശ്ചയിക്കാനാവില്ല. അത് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളെ ഉൾപ്പെടെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളെ അതിൻ്റെ വരുതിയിൽ കൊണ്ടുവരികയും അതിൻ്റെ ജീവനക്കാരെ മൂക്കുകൊണ്ട് ക്ഷ വരപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ട്രഷറി ഇപ്പം തന്നെ നമ്മുടെ ട്രഷറി അല്ലാതായി മാറിയില്ലേ? ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് വരുമ്പോഴത്തേക്ക് ട്രഷറിക്ക് സമാന്തരമായി മറ്റൊരു ട്രഷറിയല്ലേ വരുന്നത്, മറ്റൊരു PWD അല്ലേ വരുന്നത്. ആ തരത്തിൽ സമാന്തരമായ ശൃംഖലകളിലൂടെ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ അവൻ്റെ ആധിപത്യം ഇവിടെ സ്ഥാപിക്കുന്നത് തടയുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് സഖാവേ ചിന്തിക്കേണ്ടത്. അതായത് കൂടുതൽ ആലോചന ഈ കാര്യത്തിൽ വേണം. എന്താണ് രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് വരുമ്പോഴത്തേക്ക് പാർലമെൻറ്റിലിരുന്ന് കൈവക്കി കൊടുത്താൽ പോലെ അതിൻ്റെ അമെൻമെൻറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന കിഫ്ബി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് ഒരു സമാന്തര ധനസംഭരണി, ഒരു ട്രഷറി, ഒരു ഖജനാവ്, ഒരു സമാന്തര ഖജനാവ് നമുക്കുണ്ടെന്നും അതിൽ വരുന്ന കാശ് വിനിയോഗിക്കുന്നതിനെ പറ്റിയുള്ള തീരുമാനം അതിൻ്റെ ബോർഡ് കൈക്കൊള്ളുമെന്നും പറയുമ്പോൾ ഈ ബോർഡ് ഈസ് റാദർ പവർഫുൾ ദാൻ ഗവൺമെൻറ്. കിഫ്ബിയിൽ നിന്ന് കിട്ടിയത്, കിഫ്ബി പണ്ട് നമ്മളെ നബാർഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ഗവൺമെൻറ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ അതല്ല, കിഫ്ബി എന്ന് പറയുന്ന ഗവൺമെൻറ് ആണോ ബോഡി കോർപ്പറേറ്റ് ആണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കം പോലും അവസാനിച്ചിട്ടില്ല. ആ ധനകാര്യ പ്രശ്നങ്ങളെപ്പറ്റി ഒന്നും യാതൊരു പരിഗണനയില്ലാതെ നിങ്ങൾ ഈ കയറി കാത്തലിക് സിറിയൻ ബാങ്കിൽ നടന്ന ഒരു അത്യാഹിതത്തിൽ മാത്രം കയറി കടിച്ചു തൂങ്ങുന്നതിന് അർത്ഥമില്ല. നിങ്ങൾ നയപരമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എൻ്റെ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ നയം ഇതാണെന്ന് ആദ്യം പ്രഖ്യാപിക്കുക. ആ നയത്തിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ കാത്തലിക് സിറിയൻ ബാങ്കിന്, അതായത് ഫോറിൻ ഇൻവെസ്റ്റർ എവിടെ നിർത്തണമെന്നും അവന് എവിടെ പരിധി കൽപ്പിക്കണമെന്നും അവൻ്റെ ലക്ഷ്മണരേഖ ആര് വരയ്ക്കണമെന്നും എങ്ങനെ വരയ്ക്കണമെന്നും തീരുമാനിക്കാനുള്ള ചങ്കൂറ്റം ആദ്യം ഉണ്ടാകണം. അതില്ലാതെ ഈ തരത്തിൽ അവിടെ അവൻ കുറേ ഷെയർ വാങ്ങിയിരിക്കുന്നു, അതെനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയുകയല്ല പാർട്ടിയുടെ ജോലി. പിന്നെ ഇന്ത്യക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വിജയരാഘവൻ ഒരു ദീർഘമായ ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ ചർച്ച ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അതായത് കേന്ദ്രം ഈ നയങ്ങളാണ് തുടരുന്നതെങ്കിൽ പട്ടിണിയിൽ നിന്ന് ക്ഷാമത്തിലേക്കാണ് രാജ്യം നീങ്ങുക. അതുപോട്ടെ, കേന്ദ്രം അങ്ങനെ നയം തുടർന്ന് പട്ടിണിയിൽ നിന്ന് ക്ഷാമത്തിലേക്ക് നീങ്ങും. നമ്മൾ പട്ടിണിയിൽ നിന്ന് ക്ഷാമത്തിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് പ്രതിരോധമാണ് ചെയ്യുന്നത്? അതിൻ്റെ പ്രതിരോധമാണ് സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കയറാൻ വിപണിയിലെ ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിപ്പിക്കണം. ഇത് പറഞ്ഞില്ലേ കെയ്ൻസ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു ലോകമഹായുദ്ധത്തിൻ്റെ മാന്ദ്യത്തിൻ്റെ കാലത്ത് വിപണിയിലെ മാന്ദ്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായി തീർന്നപ്പോൾ വിപണിയെ സജീവമാക്കാൻ വേണ്ടി അന്നത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചൊരു നിർദ്ദേശമാണത്. ഒരു ലോകമാന്ദ്യത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ആ മാന്ദ്യത്തിൽ വിപണിയിൽ മാന്ദ്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സർക്കുലേഷൻ ഓഫ് മണി ഇല്ലാത്തത് കൊണ്ടാണ്. സർക്കുലേഷൻ ഓഫ് മണി ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇത് വരുമ്പോഴത്തേക്ക് എല്ലാം കരിഞ്ചന്തയാവും, എല്ലാം ബ്ലോക്കായി നിൽക്കുകയാണ്. ആരും ചരക്ക് എന്ന് പറയുന്നതിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാതായി മാറുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ബ്ലോക്കേഡ് ഉണ്ടാകുകയാണ്. ആ ബ്ലോക്കേഡിനെ മറികടക്കാൻ വേണ്ടി ആളുകളുടെ കയ്യിൽ കാശുണ്ടാകുകയും വിപണികൾ സജീവമാകുകയും ചെയ്യണമെന്ന് പറഞ്ഞത് അന്നത്തെ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ അത് ഈ പറഞ്ഞില്ലേ ക്ഷാമത്തിനുള്ള പരിഹാരമൊന്നും അല്ല എൻ്റെ പ്രിയപ്പെട്ട സഖാവേ. ഇത് പറഞ്ഞു തന്നത് തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കിന് കെയ്ൻസ് വായിച്ചാലും മനസ്സിലാവില്ല, മാർക്സ് വായിച്ചാലും മനസ്സിലാവില്ല. തോമസ് ഐസക്കോ എഴുതിയത് വായിച്ചാലും മനസ്സിലാവില്ല. അദ്ദേഹമാണ് ഉപദേശിച്ചത്. ഇതാണ്, അതായത് നമ്മുടെ ആളുകളുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ പണം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അത് ശരിയാണ്. മാർക്കറ്റ് ക്യാപിറ്റലിസം വരുമ്പോഴത്തേക്ക്, മാർക്കറ്റ് എക്കോണമി വരുമ്പോഴത്തേക്ക്, എല്ലാം മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? മാർക്കറ്റ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ കയ്യിൽ കാശ് വരണം. ആളുകളുടെ കയ്യിൽ കാശ് വരാതിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മൈക്രോ ഫൈനാൻസ് സിസ്റ്റം ഉണ്ടാക്കും. മൈക്രോ ഫൈനാൻസ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഈ ധനകാര്യ മുതലാളിത്തം അതിൻ്റെ കാശ് പല ബാങ്കുകൾ വഴി പലതരത്തിലായിട്ട് റൂട്ട് ചെയ്ത് സാധാരണക്കാരുടെ കൈകളിലെത്തിക്കും. കുറേ
നിങ്ങളുടെ നേതാക്കന്മാർ മോഷ്ടിക്കും, കുറേ പാവപ്പെട്ട ആളുകൾ കിട്ടും, അവരത് ഉപയോഗിക്കും, അവർ കൊണ്ടുപോയി സാധനം വാങ്ങും. അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും താണതലങ്ങളിലുള്ളവർക്കും കയ്യിൽ കാശ് കിട്ടും. പിന്നെ കാശ് തിരിച്ചടയ്ക്കേണ്ട, ഇപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുടുംബശ്രീയൊക്കെ ആകുമ്പോഴത്തേക്ക് കാശ് തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അതങ്ങ് പരിഹരിച്ചുള്ളൂ. മറ്റുള്ള ഈ പറഞ്ഞില്ലേ നടേശൻ്റെയും സുകുമാരൻ നായരുടെയൊക്കെ അവിടെ നിന്നൊക്കെ കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുടെ കട്ട പുകയാണ്. അങ്ങനെ കുറേ നിങ്ങൾ ഈ എല്ലാ വർഗീയ സംഘടനകൾക്കും മൈക്രോ ഫൈനാൻസ് ഒന്നാണ്. അതുപോലെ ഇവിടെ ഒരു 100 കൂട്ടം ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. മുത്തൂറ്റ് ഉൾപ്പെടെയുള്ള 100 കൂട്ടം ധനകാര്യ സ്ഥാപനങ്ങൾ ഉണ്ട്. ആ ധനകാര്യ സ്ഥാപനങ്ങളെ കാശ് കൊടുത്തിട്ട് മനുഷ്യനെ കൊള്ള ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഈ മുത്തൂറ്റൊന്നും ഇങ്ങനെ വളർന്നു വരില്ല. മുത്തൂറ്റ് വളരുന്നുവെങ്കിൽ അത് സംസ്ഥാനത്തിലെ പൊതുജനങ്ങളുടെ നഷ്ടമാണ്. മുത്തൂറ്റിൻ്റെ ലാഭം ജനങ്ങളുടെ നഷ്ടമാണ്. ഓരോ ധനകാര്യ സ്ഥാപനത്തിൻ്റെയും വളർച്ച എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ നഷ്ടമാണ്. അവരുടെ കാശാണ് നിങ്ങളുടെ ലാഭമായിട്ട് വരുന്നത്. അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അതിനുവേണ്ടി ഈ വിപണിയെ സജീവമാക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആളുകൾക്ക് ലോൺ കൊടുക്കുക, ലോൺ മേള, വായ്പാ മഹോത്സവം എന്ന് പറഞ്ഞ് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി വായ്പ കൊടുത്ത് ആളുകളുടെ കയ്യിൽ കാശുമായിട്ട് പോയി അവരാവശ്യത്തിനും അനാവശ്യത്തിനും സാധനങ്ങൾ വാങ്ങി അവസാനം അവർ പാപ്പരായി തീരുമ്പോൾ ഉണ്ടാകുന്ന ഈ ക്ഷാമവും വറുതിയും തീർക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ എത്ര കാലം വരെ ലോൺ വാങ്ങും? ഇപ്പോൾ ലോൺ കിട്ടാത്തത് കൊണ്ടാണ് കിഫ്ബി ഉണ്ടാക്കിയതെന്നല്ലേ തോമസ് ഐസക് പറയുന്നത്. എത്ര കാലം നിങ്ങൾ ലോൺ വാങ്ങും? അതുകൊണ്ടാണ് വിജയരാഘവ മാർസ് എന്ന് പറയുന്ന ഒരു വിവരദോഷി, ലോകം കണ്ട ഏറ്റവും വലിയ വിവരദോഷി പറഞ്ഞത്, പ്രൊഡക്ഷൻ, മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒന്നാണ്. നിർമ്മിതി പ്രവർത്തനമാണ്. ആ നിർമ്മിതിയുടെ പ്രവർത്തനത്തിൻ്റെ കൈവിരലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമ്മൾ എപ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകിക്കൊണ്ടിരുന്നാൽ നമുക്ക് നിർമ്മാണം സാധ്യമല്ലാതായി വരും. നമ്മൾ വായും മൂക്കും മൂടിക്കെട്ടിയാൽ നമുക്ക് നിർമ്മാണം സാധ്യമല്ലാതായി തീരും, ഉൽപ്പാദനം സാധ്യമല്ലാതായി തീരും. ആ ഉൽപ്പാദനത്തിലൂടെ വെൻ വി ജനറേറ്റ് ഇൻകം ഫോർ ദി പീപ്പിൾ, വെറുതെ ജി ഡി പി എന്നും പറഞ്ഞ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, വരുമാനത്തിലുള്ള വർധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് ഉണ്ടാക്കി വെച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഒരു രാജ്യത്ത് ഒരു ഉൽപ്പാദന പ്രക്രിയ സജീവമായിരിക്കണം, ജനങ്ങളുടെ ഉൽപ്പാദന പ്രക്രിയ സജീവമായിരിക്കണം. അങ്ങനെ ഒരു ഉൽപ്പാദന പ്രക്രിയ സജീവമാകാത്തിടത്തോളം കാലം ചെലവഴിക്കാൻ ജനങ്ങളുടെ കയ്യിൽ കാശെത്തിക്കുക എന്നുള്ളത്, അതാണ് ശുദ്ധഗതി കൊണ്ട് അവസാനം തോമസ് ഐസക് പറഞ്ഞത്. അത് റിസർവ് ബാങ്കിന് നോട്ടടിച്ച് കൊടുക്കാമല്ലോ, കാശില്ലാതെ വരുന്നു പറഞ്ഞു. അതൊരു ന്യായമല്ലേ എന്നതിനെ പറ്റി വിതർക്കങ്ങൾ നടന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് മരിച്ചു. ആ തരത്തിലുള്ള വാദമുഖങ്ങൾ കേട്ട് കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. വിജയരാഘവ എഴുതി വച്ചിരിക്കുന്നത് മിക്കവാറും സംസ്ഥാനങ്ങളിൽ അടച്ചിടൽ പിൻവലിക്കപ്പെട്ടുവെങ്കിലും ഉൽപ്പാദനം മുമ്പുള്ള നിലയിലേക്ക് എത്താൻ സമയമെടുക്കും. ഈ അടച്ചിടലെന്ന് പറയുന്നത് ഇപ്പോൾ ആരുടെയും കുറ്റം കൊണ്ടല്ലല്ലോ. ആണോ? രോഗം കൊണ്ടാണോ? എങ്കിൽ അല്ലെന്ന് സമ്മതിക്കുക. ഇവിടെ പറഞ്ഞില്ല രാത്രികാല കർഫ്യൂ ഉണ്ടാക്കി. എന്തിനാണ് രാത്രികാല കർഫ്യൂ വരെ ഉണ്ടാക്കി? ഇപ്പോഴും ആളുകളെ 8000 പേരെ രോഗികളായിട്ട് മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ ഈ രാഷ്ട്രീയ നേതാവിന് ഇത് പറയാൻ എന്താണ് അവകാശം? രോഗം മൂലമാണ് അയാൾ ഇവിടെ മുഴുവൻ പൂട്ടിക്കെട്ടിയതെന്നാണ് അയാൾ പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ബഹുമാനമായി അയാളെന്ന് പറഞ്ഞതിൽ ക്ഷമിക്കുക, ഇന്ത്യൻ അയാളെന്ന് പറഞ്ഞാൽ ആ ആളെന്നേ അർത്ഥമുള്ളൂ നമ്മുടെ സാധാരണ ഭാഷ. എല്ലാ ബഹുമാനമുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നതിനേക്കാളും കുറേ കൂടെ മനോഹരമാണ് അയാൾ എന്ന് പറയുന്ന പ്രയോഗം. അയാൾ എന്ന് പറയുന്നത്, ആൾ എന്ന് പറയുന്നത് ഒരു നല്ല പ്രയോഗമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ദേഹം മാത്രമായിട്ടാണ്. അതിൽ ബഹുമാനമുണ്ടെന്ന് നമ്മൾ കരുതുന്നെങ്കിലും അതിൽ ഒരു ബഹുമാനമില്ലാത്ത പ്രയോഗമാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? രോഗം വന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ വേണ്ടത്. എന്നിട്ട് ഇപ്പോൾ എന്താണ് നോട്ട് നിരോധനം? ഒരു കാലം നോട്ട് നിരോധനം ആരാ കൊണ്ടുവന്നത്? നോട്ട് നിരോധനം ഇവിടെ നടപ്പിലാക്കുന്നതിന് 3 വർഷം മുമ്പ് ന്യൂഡൽഹിയിൽ USAIDയുടെ ഒരു യൂണിറ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷൻസ് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ തോമസ് ഐസക്കിനോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ യേച്ചൂരിയും കരാട്ടും രാമേന്ദ്രൻ പിള്ളയൊക്കെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മൂക്കിന് താഴെയാണ് നടന്നുകൊണ്ടിരുന്നത്. അറിഞ്ഞില്ല. നോട്ട് നിരോധനം വന്നപ്പോഴാണ് അറിയുന്നത്. പിന്നെ GST നടപ്പിലാക്കിയത്. നിങ്ങളൊന്ന് നെറ്റിലൊന്ന് കടന്നു നോക്ക് വിചാര.
GSTക്ക് വേണ്ടി എന്തുമാത്രം സമ്മർദ്ദം ലോകബാങ്ക് ചെലുത്തുന്നുണ്ടായിരുന്നു എന്നതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. GST എന്ന് പറയുന്നത് ഇവിടുത്തെ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ ആരുടെ ആവശ്യമല്ല. സാർവദേശീയ തലത്തിൽ അവർ കൊണ്ടുവന്നൊരു സ്കീമാണ്. ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ പറഞ്ഞില്ലേ ചരക്കിൻ്റെ സ്മൂത്തായിട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടി കഴിയുന്നത്ര ബാറുകൾ എടുത്ത് കളയുക, സംസ്ഥാനങ്ങളല്ലാതാക്കി മാറ്റുക, സംസ്ഥാനങ്ങളുടെ അധികാരം കുറയ്ക്കുക, സംസ്ഥാനങ്ങളെ ദുർബലമാക്കി തീർക്കുക. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഈ പറഞ്ഞില്ലേ ഈ മറ്റേ ആൺകൂട്ടങ്ങളും പെൺകൂട്ടങ്ങളും മൂലം രൂപപ്പെട്ടു വരുന്ന സംഘാതങ്ങൾ, നിങ്ങൾ പറയുന്ന CDS, അവിടെ സംസ്ഥാനങ്ങൾക്ക് മേൽ CDSന് മുൻകൈ ഉണ്ടാകുക. CDS ഈ സംസ്ഥാനത്തിൻ്റെ പരമാധികാരിയായി തീരുക എന്ന് പറയുന്ന ഡീസെൻട്രലൈസേഷൻ്റെ ഒരു കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് GST കൊണ്ടുവരുന്നത്. അത് ഈ സംസ്ഥാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്തു പോകണമെന്നുള്ള അർത്ഥത്തിലാണ് കൊണ്ടുവരുന്നത്. അതിനൊക്കെ ഒരു ശാസ്ത്രമുണ്ട് വിജയരാഘവ. അത് അറിയാൻ വയ്യെങ്കിൽ ഒരു സ്ലേറ്റും പെൻസിലും വാങ്ങിക്കൊണ്ട് വാ, പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം അതെന്താണെന്നുള്ള കാര്യം. അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. എങ്ങനെയാണ് സ്റ്റേറ്റിനെ ഡീസെൻട്രലൈസേഷൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ സ്റ്റേറ്റ് ഇവോപ്പറേറ്റ് ചെയ്തു പോകുന്ന ഒരവസ്ഥയെപ്പറ്റി കൺസീവ് ചെയ്യുന്ന ഒരു പദ്ധതി കേരളത്തിലേക്ക് കള്ളക്കടത്ത് ചെയ്തത്, ആ കള്ളക്കടത്തിനൊപ്പം 16 കോടി രൂപ കൂടി കള്ളക്കടത്ത് ചെയ്തത് എന്നുള്ളത് പഠിപ്പിച്ചു തരാൻ രേഖസഹിതം. അതിൻ്റെ ഭാഗമായിട്ടാണ് GST വന്നത്. അത് ഇന്ത്യയെ ഏകോപിപ്പിക്കാൻ വേണ്ടിയല്ല, ഇന്ത്യയിലെ സംസ്ഥാനത്തിൻ്റെ അധികാരത്തെ, അതായത് ഒരു സംസ്ഥാനം നിലനിൽക്കുന്നത് അതിൻ്റെ സമ്പത്ത് കൊണ്ടാണ്. ആ സമ്പത്ത് ഒരു പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു സംവിധാനം ഇദ്ദേഹം പറഞ്ഞത് അതാണല്ലോ. നമ്മുടെ മഹാനായ ധനതത്വശാസ്ത്രജ്ഞൻ തോമസ് ഐസക് പറഞ്ഞെന്താണ്, നമ്മളൊരു ഉപഭോഗ സംസ്ഥാനമാണ്, ഒന്നും ഉൽപ്പാദിപ്പിക്കാത്തവരാണ്. അതുകൊണ്ട് ഇങ്ങനെ എൻഡിൽ നിൽക്കുന്ന നമുക്കാണ് ഇതിൻ്റെ മുഴുവൻ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകണമെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള കൺസെപ്റ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് മുന്നറിയിപ്പില്ലാതെ പ്രഖ്യാപിച്ച അടച്ചിടിയിൽ കാരണം പ്രധാന സാമ്പത്തിക പ്രക്രിയയെല്ലാം നിശ്ചലമായി. ഇത് അവിടെ മാത്രം നടന്നൊരു കാര്യമാണോ? നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് സ്വതന്ത്രമായിട്ട് ഈ ഒരു രോഗത്തെപ്പറ്റി വളരെ കൃത്യമായൊരു പഠനം നടത്തിയിട്ട് നമുക്ക് ഇതുവരെ പോകാമെന്നുള്ളതിനെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ പറയുന്നത് FADയിൽ നിന്ന് പറയുന്നത്, WHOയിൽ നിന്ന് പറയുന്നത്, CDCയിൽ നിന്ന് പറയുന്നത്, ICMRൽ നിന്ന് പറയുന്നത്, അതനുസരിച്ച് നമ്മൾ പ്രൊക്രസ്റ്റസിൻ്റെ കട്ടിലെന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരം കട്ടിലിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുക്കുന്നത് പോലെ അതനുസരിച്ച് നമ്മൾ നമ്മുടെ സമൂഹത്തെ വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ കേരളത്തെ ഇതൊക്കെ നമ്മൾ ഇവിടെയും ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെയും അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ സാമ്പത്തിക ആശ്വാസവും സഹായ ധനങ്ങളുമൊക്കെ ഈ കേന്ദ്ര ഗവൺമെൻറ്റും കഴിയുന്നത്ര കൊടുക്കുന്നുണ്ട്, അവരും കൊടുക്കുന്നുണ്ട്, ഇവിടെയും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇച്ചിരി കൂടുതൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ക്ഷാമവും ഈ പറയുന്നതിൽ ഒരു ഫാമിനിലോട്ട് നമ്മൾ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം, പക്ഷേ നമുക്ക് വിശക്കുന്നുണ്ട്, ആ വിശപ്പില്ലാതായി മാറുകയില്ല എന്ന് ബഹുമാനപ്പെട്ട വിജയരാഘവൻ മനസ്സിലാക്കണം. വിജയരാഘവൻ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വിവേകവും ബുദ്ധിയുമൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. മാനസികമായ അടിമത്തം ഒരു മനുഷ്യൻ്റെ എല്ലാ സർഗാത്മകമായ വ്യക്തിത്വത്തെയും തുലച്ചു കളയും എന്നുള്ളതിന് സാക്ഷ്യങ്ങളായി കുറേ പേരെങ്കിലും നമ്മുടെ മുന്നിലുണ്ട്. അത് കാണുമ്പോൾ എൻ്റെ പിന്നാലെ വരുന്ന ഒരു തലമുറയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായും കരയാൻ തോന്നുകയാണ്. അതാണ് ഇന്ത്യക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് എഴുതുമ്പോഴത്തേക്ക് ഈ വിശപ്പ് ഇവിടെ എത്രത്തോളം കഠിനമാക്കി തീർക്കാൻ കഴിയുമോ അത്രത്തോളം തീവ്രതരമാക്കി തീർക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇന്നലെയും 8800 പേർക്ക് ഫാൾസ് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾ രോഗം കണ്ടെത്തി നിങ്ങൾ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റേതായിട്ടുള്ള എല്ലാ മാമൂലുകളും ആചാരാനുഷ്ഠാനങ്ങളും ഇനിയും കൊണ്ടുനടക്കുന്നത്. വിജയരാഘവൻ സംസാരിക്കുമ്പോൾ ഇപ്പോഴും മൂക്കും മുഞ്ഞിയും മൂടിക്കെട്ടിക്കൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾ സംസാരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത എത്രയോ പേര് സമരാങ്കണത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ നിന്ന് പങ്കെടുക്കാൻ പോയൊരു സഖാവ് പറഞ്ഞതാണ്. അവിടെ ചെന്നപ്പോഴേക്ക് അവിടെ ഡൽഹിയിൽ അവിടെ ആരും മൂക്കൊന്നും മൂടി കെട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, ഞാൻ മൂക്കൊക്കെ മൂടിക്കെട്ടി. തിരിച്ചു വന്നപ്പോൾ എനിക്ക് ന്യൂമോണിയ എവിടെ വിട്ടു. ന്യൂമോണിയ എവിടെ വിട്ടാണ്. അപ്പോൾ പേടിച്ച് ന്യൂമോണിയ എവിടെ വിടുന്നൊരവസ്ഥയിലായിരിക്കുന്ന ഈ ധീര സഖാക്കന്മാരോട് പറയാനുള്ളത് കുറച്ചുകൂടി ഔചിത്യബോധത്തോടെ
കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക.